കോറസ് ഓർമ്മയുള്ളവരൊന്ന് കരമുയർത്തി. നമ്മളെന്താണ് പാടിയത്? എന്താ ഒന്ന് പറഞ്ഞേ, വായി തുറന്ന്. യേശുവിനെ തിരഞ്ഞെടുത്തു എന്നാണോ? തിരഞ്ഞെടുത്തല്ലോ എന്നാണ്. ഈ അല്ലോ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? യേശുവിനെ തിരഞ്ഞെടുത്തു എന്ന് പറയുന്നത് ഒരു സാധാരണ സ്റ്റേറ്റ്മെൻ്റ് ആണ്. എല്ലാവരും ശ്രദ്ധിക്കണം. തിരഞ്ഞെടുത്തല്ലോ എന്ന് പറയുന്നത് വളരെ അത്ഭുതവും സന്തോഷവും നൽകുന്ന ഒന്നാണ്. യേശു എന്നെ തിരഞ്ഞെടുത്തല്ലോ എന്ന് സന്തോഷമുള്ളവരൊന്ന് കരമുയർത്തി. എല്ലാവരും. ചില അമ്മമാരെ യേശു തിരഞ്ഞെടുത്തിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. യേശുവിനെ തിരഞ്ഞെടുത്തല്ലോ എന്നുള്ളവർ മാത്രം ഒന്ന് കരമുയർത്തി. നമ്മൾ സന്തോഷമുള്ളവർ സന്തോഷസൂചകമായി ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. എന്താണത്? എല്ലാം മിടുക്കരാണല്ലോ, പറഞ്ഞേ. പക്ഷെ ഒരാൾക്ക് സന്തോഷമില്ല. അതാർക്കാണ്? ആർക്കാ? സാത്താന്. ഞാൻ ഉദ്ദേശിച്ചത് സാത്താനെയല്ല, ഞാൻ ഉദ്ദേശിച്ചത് യേശുവിനെയാണ്. യേശുവിന് സന്തോഷം വരണമെങ്കിൽ എന്ത് വേണമെന്നറിയാമോ? എന്ത് വേണം? യേശു നിങ്ങളെ തിരഞ്ഞെടുത്തു. സന്തോഷം ഒട്ടുമില്ലെന്നല്ല, യേശുവിൻ്റെ സന്തോഷം പൂർണ്ണമായില്ല. പൂർണ്ണമാകണമെങ്കിൽ എന്ത് വേണം? പൂർണ്ണമാകണമെങ്കിൽ എന്ത് വേണം? പറയൂ ആരെങ്കിലും. യേശുവിനെ തിരഞ്ഞെടുത്തല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ സന്തോഷിക്കുമ്പോൾ പകരം യേശു സന്തോഷിക്കണമെങ്കിൽ യേശു പറയണം, അവനെന്നെ തിരഞ്ഞെടുത്തല്ലോ, ഇവളെന്നെ തിരഞ്ഞെടുത്തല്ലോ എന്ന് യേശു പറഞ്ഞ് സന്തോഷിക്കണം. അതിന് കഴിയുമോ? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങളെല്ലാവരും പറയുകയാണ് യേശു എന്നെ തിരഞ്ഞെടുത്തല്ലോ, സന്തോഷമാണ്. എന്നാൽ പകരം നിങ്ങൾ യേശുവിനെ തിരഞ്ഞെടുത്തെങ്കിൽ യേശു അത് പറയും, ഇവൻ എന്നെ തിരഞ്ഞെടുത്തല്ലോ, ഇവൾ എന്നെ തിരഞ്ഞെടുത്തല്ലോ എന്ന് പറഞ്ഞ് യേശു സന്തോഷിക്കും. നിങ്ങൾ ആ സന്തോഷം യേശുവിന് കൊടുക്കാൻ തയ്യാറാണോ? കരമുയർത്തി. ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായോ? യേശു നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ യേശുവിനെ തിരഞ്ഞെടുത്തിട്ടുണ്ടോ? ഉണ്ടെന്നുള്ളവർ മാത്രം ഒന്ന് കരമുയർത്തി. തിരഞ്ഞെടുപ്പെന്ന് പറയുന്നത് ഏകപക്ഷീയമല്ല. ഒരു വലിയ റെപ്യൂട്ടഡ് ഫേം, ഒരു പ്രശസ്ത സ്ഥാപനത്തിൽ നിന്ന് എനിക്കൊരു ലെറ്റർ വരികയാണ്, ഈ സ്ഥാപനത്തിലേക്ക് താങ്കളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. പക്ഷെ അത് പൂർണ്ണമാകുന്നില്ല. ഞാനും തിരഞ്ഞെടുക്കണ്ടേ? എനിക്കും വേണമെന്ന് തോന്നിയാലേ അത് പൂർണ്ണമാകുന്നുള്ളൂ. നിങ്ങൾ യേശുവിനെ തിരഞ്ഞെടുക്കാൻ താല്പര്യമുള്ളവർ മാത്രം ഒന്ന് വലങ്കര ഉയർത്തിയാട്ട്. നിങ്ങളെല്ലാവരും കൈവക്കുമെന്ന് എനിക്കറിയാം. കൈ താഴ്ത്തിയിടുക. യേശു നിങ്ങളെ എന്തിനാണ് തിരഞ്ഞെടുത്തത്? യേശു നിങ്ങളെ എന്തിനാണ് തിരഞ്ഞെടുത്തത്? യേശു നിങ്ങളെ തിരഞ്ഞെടുത്തത് യേശുവിനെ സ്നേഹിക്കാനാണ്. തന്റെ പൂർണ്ണമായ സ്നേഹം നിങ്ങളിലേക്ക് പകരാനാണ് യേശു നിങ്ങളെ തിരഞ്ഞെടുത്തത്. നിങ്ങൾ യേശുവിനെ എന്തിനാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്? എനിക്ക് നല്ല ബുദ്ധി തരാൻ ഞാൻ യേശുവിനെ തിരഞ്ഞെടുത്തു. എനിക്ക് നല്ല മാർക്ക് കിട്ടാൻ യേശുവിനെ ഞാൻ തിരഞ്ഞെടുത്തു. എനിക്ക് ദിവസവും 4 നേരം ആഹാരം തരാൻ ഞാൻ യേശുവിനെ തിരഞ്ഞെടുത്തു. എനിക്ക് നല്ല ഉടുപ്പ് തരാൻ, വാഹനം തരാൻ, മറ്റുള്ളവരുടെ മുൻപിൽ ദാടി മോടിയോടെ ജീവിക്കാൻ ഞാൻ യേശുവിനെ തിരഞ്ഞെടുത്തു. എനിക്ക് IELTS OET പാസ്സാകാൻ ഞാൻ യേശുവിനെ തിരഞ്ഞെടുത്തു. നല്ല വീട് കിട്ടാൻ ഞാൻ യേശുവിനെ തിരഞ്ഞെടുത്തു. ഒരുപാട് പണം കിട്ടാൻ ഞാൻ യേശുവിനെ തിരഞ്ഞെടുത്തു. നിങ്ങൾ ഇതിനു വേണ്ടിയാണോ യേശുവിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്? അങ്ങനെയെങ്കിൽ യേശുവിന് സന്തോഷമില്ല. യേശു നിങ്ങളെ തിരഞ്ഞെടുത്തത് തന്റെ സ്നേഹം നിങ്ങൾക്ക് തരാനാണ്. നിങ്ങൾ യേശുവിനെ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ സ്നേഹം യേശുവിന് കൊടുക്കാനാണോ? ഒരു നിമിഷം ഒന്ന് കണ്ണടച്ചേ. നിങ്ങൾ എന്തിനാണ് യേശുവിനെ തിരഞ്ഞെടുത്തത്? നിങ്ങളുടെ കാര്യസാധ്യത്തിന് വേണ്ടി യേശുവിനെ തിരഞ്ഞെടുത്തെങ്കിൽ അവൻ എന്നെ തിരഞ്ഞെടുത്തല്ലോ എന്ന് പറഞ്ഞ് യേശു സന്തോഷിക്കുകയില്ല. യേശു നിങ്ങളെ സ്നേഹിച്ചിട്ട് എന്ത് ചെയ്തു? സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എല്ലാം കൊടുക്കുന്നവനാണ് യേശു. ജീവനെ തന്നില്ലേ? യേശു തന്റെ രാജ്യം നിങ്ങൾക്ക് തരും. എന്നെ ശ്രദ്ധിക്കുക. യേശു തന്റെ തേജസ് നിങ്ങൾക്ക് തരും. യേശു തന്റെ അധികാരം നിങ്ങൾക്ക് തരും. യേശു താനിരിക്കുന്ന സിംഹാസനം നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് തരാത്തതായി ഒന്നും യേശുവിന്റെ പക്കലില്ല. നിങ്ങൾ യേശുവിന് എന്ത് കൊടുക്കും?
യേശു നിങ്ങളെ സ്നേഹിക്കാൻ തിരഞ്ഞെടുത്തു. നിങ്ങൾ യേശുവിനെ സ്നേഹിക്കാനാണോ തിരഞ്ഞെടുത്തത്? നിങ്ങൾ പറയും, അല്ല, അതിനേക്കാൾ സ്നേഹിക്കാൻ എനിക്ക് ഇന്ന ആളുണ്ട്, എൻ്റെ പപ്പയുണ്ട്, മമ്മിയുണ്ട്, ഇന്ന ആളുകളൊക്കെ ഉണ്ട്, അവരെക്കാൾ എനിക്ക് യേശുവിനെ സ്നേഹിക്കാൻ കഴിയുകയില്ല എന്നാണോ? അങ്ങനെയെങ്കിൽ യേശു സന്തോഷിക്കുകയില്ല. യേശുവിന് വേണ്ടി എന്ത് കൊടുക്കും? ഞാനിത് കൊടുക്കാം, ദശാംശം കൊടുക്കാം, ഒരല്പസമയം യേശുവിന് കൊടുക്കാം, അല്പം സ്തോത്രം കൊടുക്കാം. യേശു എല്ലാം നമുക്ക് തന്നതാണ്. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടയ്ക്കുക. നിങ്ങൾ യേശുവിനെ ഇപ്പോൾ തിരഞ്ഞെടുക്കുമോ? നല്ലൊരു തിരഞ്ഞെടുപ്പിനുള്ള സമയമാണ്. കർത്താവ് നിങ്ങളെ സ്നേഹിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തു. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എല്ലാം നൽകുവാൻ തിരഞ്ഞെടുത്തു. ഇന്ന് നിങ്ങൾ യേശുവിനെ തിരഞ്ഞെടുക്കുമെങ്കിൽ സ്വർഗം സന്തോഷിക്കും. കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് നമ്മുടെ തീരുമാനം ദൈവത്തോട് പറയാം. കർത്താവിനെ സ്നേഹിക്കാൻ ഞാൻ തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ യേശുദൂതന്മാരോട് പറയും, അവൻ എന്നെ തിരഞ്ഞെടുത്തല്ലോ, ഇവൾ എന്നെ തിരഞ്ഞെടുത്തല്ലോ. നിങ്ങൾക്ക് സ്നേഹിക്കാൻ ലോകത്തിൽ ഒരുപാട് പേരുണ്ട്. എന്നാൽ യേശുവിനെ സ്നേഹിക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ. സൂര്യനോ ചന്ദ്രനോ നക്ഷത്രങ്ങളോ ഉണ്ട്. എന്നാൽ യേശുവിനെ സ്നേഹിക്കാൻ നിങ്ങളേ ഉള്ളൂ. കാട്ടിൽ വലിയ മൃഗങ്ങളുണ്ട്. യേശുവിനെ സ്നേഹിക്കാൻ നിങ്ങളേ ഉള്ളൂ. സമുദ്രത്തിൽ വലിപ്പമുള്ള ജീവജന്തുക്കളുണ്ട്. യേശുവിനെ സ്നേഹിക്കാൻ നിങ്ങളേ ഉള്ളൂ. നിങ്ങൾക്ക് സ്നേഹിക്കാൻ യേശുവല്ലാതെ എത്രയോ പേരുണ്ട്. യേശുവിന് സന്തോഷമില്ല. എന്നാൽ എന്റെ കർത്താവിനെ സ്നേഹിക്കുമെന്ന് തീരുമാനിക്കുന്നവർ മാത്രമെന്ന് വലങ്കരം ഉയർത്തിയാട്ടെ. ഞാൻ യേശുവിനെ തിരഞ്ഞെടുക്കുന്നു. എന്തിന്? എനിക്ക് സ്നേഹിക്കാൻ. ഞാൻ യേശുവിനെ തിരഞ്ഞെടുക്കുന്നു. എന്തിന്? എനിക്കുള്ളതെല്ലാം കൊടുക്കാൻ. അങ്ങനെ തീരുമാനിക്കുന്ന ചുരുക്കം ചിലരിവിടെ ഉണ്ടായിരിക്കും. അവർ കരങ്ങളെ ഉയർത്തുക. ആ തിരഞ്ഞെടുപ്പ് കാണാനാണ് യേശു നമ്മുടെ നടുവിൽ വന്നിരിക്കുന്നത്. സ്നേഹിക്കും ഞാൻ, ദിനം സ്നേഹിക്കും ഞാൻ, ജീവൻ തന്ന യേശുവേ. 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 സ്നേഹിക്കും ഞാൻ, ദിനം സ്നേഹിക്കും ഞാൻ. നമ്മളൊന്ന് മൗനമായിരിക്കാൻ പോവുകയാണ്. ഒരു പരീക്ഷണം. യേശുവിനെ തിരഞ്ഞെടുത്തവരിവിടെ ഉണ്ടെങ്കിൽ ഇപ്പോൾ അവർക്കൊരു അനുഭവം ഉണ്ടാകും. കണ്ണുകളടയ്ക്കാം. ഇപ്പോൾ ആരും പ്രത്യേകിച്ച് പാട്ടൊന്നും പാടാൻ പോകുന്നില്ല. ആരും നിങ്ങളെ പ്രത്യേകിച്ച് പ്രബോധിപ്പിക്കാൻ പോകുന്നില്ല. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ യേശുവിനെ തിരഞ്ഞെടുത്തെങ്കിൽ അത് നിങ്ങളിൽ നിന്ന് തന്നെ ആ തിരഞ്ഞെടുപ്പിന്റെ ശക്തി വെളിപ്പെടാൻ പോവുകയാണ്. കണ്ണുകളെ അടയ്ക്കാം. കാത്തിരിക്കാൻ പോവുകയാണ്. ഇവിടെ യേശുവിനെ തിരഞ്ഞെടുത്തവർ ആരൊക്കെയുണ്ടെന്ന് വെളിപ്പെടട്ടെ. യേശുവിനെ ഹൃദയം കൊണ്ട് തിരഞ്ഞെടുത്തവർ, സ്നേഹിക്കാൻ വേണ്ടി, തങ്ങൾക്കുള്ളതെല്ലാം കൊടുക്കാൻ വേണ്ടി യേശുവിനെ തിരഞ്ഞെടുത്തവരുണ്ടെങ്കിൽ അതിപ്പോൾ ഇവിടെ വെളിപ്പെടും. അപ്പോൾ നിങ്ങളെ ആരും ആത്മാവിൽ നിറയാൻ പറയുകയില്ല. നിങ്ങളെ ആരും സ്തോത്രം ചെയ്യാൻ പറയുകയില്ല. നിങ്ങളെ ആരും ഒന്നിനും നിർബന്ധിക്കാൻ പോകുന്നില്ല. നിങ്ങൾ യേശുവിനെ തിരഞ്ഞെടുത്തോ എന്നറിഞ്ഞാൽ മാത്രം മതി. നമ്മുടെ ജീവിതത്തിലെ ജയപരാജയങ്ങൾ തീരുമാനിക്കുന്നത് നമ്മുടെ തിരഞ്ഞെടുപ്പാണ്. ഒരു യുദ്ധമായാലും, ഒരു ബിസിനസ്സായാലും, എന്തൊരു കാര്യമായാലും അതിൻ്റെ ജയപരാജയങ്ങൾ നിർണയിക്കുന്നത് അതിലേർപ്പെടുന്ന ആളുകളുടെ തീരുമാനമാണ്, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പാണ്. ഇന്ന് ഈ ക്യാമ്പിൽ നമ്മുടെ പ്രമേയം എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പിനെ കുറിച്ചാണ്. തിരഞ്ഞെടുപ്പ് പാളിയാൽ എല്ലാം പോയി. നമ്മൾ ബൈബിളിൽ ചില ദുരന്ത നായകന്മാരെ കാണാം. നമ്മൾ അവരെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് സങ്കടം വരും. പക്ഷെ അവരെങ്ങനെ ആകാൻ കാരണം അവരുടെ തിരഞ്ഞെടുപ്പ് പാളിയതാണ്.
കയീനെ കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം ഒരു സങ്കടമാണ്. കൊലപാതകിയായി മാറി യഹോവയുടെ സന്നിധി വിട്ട് അലഞ്ഞു നടക്കേണ്ടി വന്ന ഒരവസ്ഥ. എന്താണ് അവന്റെ പരാജയത്തിന് കാരണം? അവന്റെ ഒരു തെറ്റായ തിരഞ്ഞെടുപ്പാണ്. ദൈവത്തിന് എന്ത് കൊടുക്കണം എന്ന് അവൻ തിരഞ്ഞെടുത്തത് തെറ്റിപ്പോയി. നിങ്ങൾ ദൈവത്തിന് എന്ത് കൊടുക്കണമെന്ന് തിരഞ്ഞെടുക്കുന്നു. ആ തിരഞ്ഞെടുപ്പ് തെറ്റിയാൽ കയീൻ ഒരു ദുരന്ത നായകനായി മാറി. ദൈവത്തിന് എന്താണ് നിങ്ങളിൽ നിന്ന് വേണ്ടതെന്ന് പരിശോധിച്ച് കൊടുക്കുന്നത് നിങ്ങൾ തിരഞ്ഞെടുത്തില്ല എങ്കിൽ, ഹാബേൽ നല്ല തിരഞ്ഞെടുപ്പ് നടത്തി. അവൻ ഇന്നും വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് എന്ത് കൊടുക്കുമെന്ന് ഒരു നല്ല തിരഞ്ഞെടുപ്പ് നടത്തിക്കൊള്ളണം. ലോത്ത് ഒരു ദുരന്ത നായകനായി മാറി. അവന് എവിടെയാണ് പാളിച്ചയുണ്ടായത്? അവൻ പാർക്കാൻ തിരഞ്ഞെടുത്ത സ്ഥലം തെറ്റിപ്പോയി. അവൻ സൊദോം തിരഞ്ഞെടുത്തു, ഗൊമോറ തിരഞ്ഞെടുത്തു, ആ പരിസര പ്രദേശങ്ങൾ തിരഞ്ഞെടുത്തു. തെറ്റിപ്പോയി, പരിതാപകരമായി മാറി. നിങ്ങൾ എവിടെ, ആരുടെ നടുവിൽ പാർക്കും? നിങ്ങൾ അബ്രഹാം തിരഞ്ഞെടുത്തത് ദൈവം തനിക്ക് കാണിച്ചു തരുന്ന സ്ഥലമാണ്. ലോത്ത് തിരഞ്ഞെടുത്തത് തനിക്ക് തന്റെ കണ്ണിന് ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. തിരഞ്ഞെടുപ്പ് തെറ്റിയാൽ എല്ലാം തെറ്റും. ഏശാവ് മറ്റൊരു ദുരന്ത കഥാപാത്രമാണ്. ആദ്യജാതനാണ്, ജ്യേഷ്ഠാവകാശം കിട്ടേണ്ടതാണ്. എന്നാൽ അവൻ തിരഞ്ഞെടുത്തത് ഒരു നേരത്തെ ആഹാരമാണ്, താൽക്കാലിക നിലനിൽപ്പാണ്. തന്റെ ആ സർവൈവലായിരുന്നു അവന് പ്രധാനം. ആ തെരഞ്ഞെടുപ്പ് തെറ്റായിരുന്നു. അവന്റെ ജീവിതം ഒരു ദുരന്തമായി മാറി. നമുക്ക് എല്ലാവർക്കും മനസ്സിൽ ഒരു നൊമ്പരം നൽകുന്ന ഒരു ബൈബിൾ പുരുഷനാണ് ശിംശോൻ. ഇന്ന് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു വിങ്ങലുണ്ടാക്കും ശിംശോൻ. അവൻ എവിടെയാണ് തെറ്റിപ്പോയത്? അവൻ സ്നേഹിക്കാൻ തിരഞ്ഞെടുത്തയാൾ തെറ്റിപ്പോയി. എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. ശിംശോൻ സ്നേഹിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തയാൾ തെറ്റിപ്പോയി. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു കൊള്ളണം. നിങ്ങൾ സ്നേഹിക്കാൻ തിരഞ്ഞെടുക്കുന്ന ആൾ നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുന്നതാകാം. തിരഞ്ഞെടുപ്പ് തെറ്റിയാൽ എല്ലാം തെറ്റി. ഈ തിരഞ്ഞെടുപ്പെല്ലാം തെറ്റാനുള്ള കാരണം എന്താണെന്നറിയാമോ? നിങ്ങളുടെ ജീവിതത്തിലെ തീരുമാനങ്ങൾ എവിടെ പിഴയ്ക്കും? നിങ്ങൾ എവിടെ തെറ്റായ തിരഞ്ഞെടുപ്പുകൾ നടത്തും? അതിന് അടിസ്ഥാന കാരണം ഒന്നാണ്. നിങ്ങൾ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും കർത്താവിനെ സ്നേഹിക്കുന്നത്, യേശുവിനെ തിരഞ്ഞെടുക്കാത്തിടത്തോളം നിങ്ങളുടെ തിരഞ്ഞെടുപ്പുകളെല്ലാം പാളിപ്പോകും. ഇവിടെ പറഞ്ഞ കയീനായാലും ലോത്തായാലും ഏശാവായാലും ശിംശോനായാലും പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുന്നതിനെ അവർ തിരഞ്ഞെടുത്തില്ല. ആ തിരഞ്ഞെടുപ്പ് പാളിയതുകൊണ്ട് അവർ തെറ്റായ തിരഞ്ഞെടുപ്പുകൾ നടത്തി. ഇന്നും നമ്മുടെ മനസ്സിൽ അവർ ഒരു വിങ്ങൽ, ഒരു നൊമ്പരം അവശേഷിപ്പിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് എന്താണ്? നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കുന്നതിനെ തിരഞ്ഞെടുക്കണം. നല്ല തിരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടിയാണ് നിങ്ങളെ പ്രാപ്തരാക്കാൻ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. നമുക്ക് ഇനി മോശയെ അറിയാം. ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. മറിയ യേശുവിന്റെ കാൽക്കലിരിക്കുന്നത് തിരഞ്ഞെടുത്തു. പൗലോസ് കർത്താവിന്റെ ഒരു മാനപാത്രമായി തീരുന്നത് അവൻ തിരഞ്ഞെടുത്തു. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ നല്ല തിരഞ്ഞെടുപ്പുകൾ. ശമൂവേൽ എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ ദൈവത്തിന്റെ ആലയത്തിൽ പാർക്കുന്നതിനെ തിരഞ്ഞെടുത്തു. ഈ തിരഞ്ഞെടുപ്പുകളാണ്, നിങ്ങളുടെ തിരഞ്ഞെടുപ്പാണ് നിങ്ങളുടെ ജീവിതം ഒരു ജയമോ പരാജയമോ എന്ന് തീരുമാനിക്കുന്നത്. നല്ല ഒരു തിരഞ്ഞെടുപ്പ് നടത്തുവാൻ ഈ ക്യാമ്പ് നമ്മെ സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് നമ്മുടെ കരങ്ങളെ ഉയർത്താം. കർത്താവേ, നല്ലൊരു തിരഞ്ഞെടുപ്പ് നടത്താൻ നമുക്ക് കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്. ആവർത്തന പുസ്തകം 30:19. നമ്മുടെ കുറിവാക്യം അതല്ല. ജീവനും മരണവും ഞാൻ നിന്റെ മുൻപിൽ വെച്ചിരിക്കുന്നു, ജീവനെ തിരഞ്ഞെടുത്തു കൊള്ളുക. നമുക്ക് ആ ജീവൻ നൽകുന്ന കാര്യങ്ങളുണ്ട്, മരണം നൽകുന്ന കാര്യങ്ങളുണ്ട്. ജീവനെ തരുന്നതിനെ തിരഞ്ഞെടുത്തു കൊള്ളണം, മരണത്തെ തരുന്നതിനെ തിരഞ്ഞെടുക്കരുത്. യെശയ്യാ പറഞ്ഞു 56:4 കാണുന്നുണ്ട്, എനിക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക. എനിക്ക് ഇഷ്ടമുള്ള, എല്ലാവരും എഴുതിയെടുത്തു, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു വിടുകയാണ്. എനിക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തു, അവരെന്റെ ആലയത്തിൽ വസിക്കും. എന്നാൽ യെശയ്യാ പറഞ്ഞു 65:12, യെശയ്യാ പറഞ്ഞു 66:4, അവർ എനിക്ക് പ്രസാദമില്ലാത്തത് തിരഞ്ഞെടുത്തത് കൊണ്ട്
അവരെ ഉപദ്രവിക്കുന്നത് ഞാനും തിരഞ്ഞെടുക്കും. നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ദൈവം എന്താണോ ഇഷ്ടപ്പെടുന്നത് അതിനെ തിരഞ്ഞെടുക്കും. ദൈവത്തിന് പ്രസാദമില്ലാത്തത് നിങ്ങളുടെ മുൻപിൽ വന്നാൽ നിങ്ങൾ അതിനെ തള്ളിക്കളയുക. ദൈവത്തിന് സ്തോത്രം. കർത്താവ് നമുക്ക് കൃപ നൽകേണ്ടതിനായി ചേർന്ന് സ്തോത്രം ചെയ്യാം. നമുക്ക് ഒരു വാക്യം വായിക്കാം. നമ്മുടെ കുറിവാക്യമായിട്ട് എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 5 മുതൽ 7 വരെ. ലോകത്തിൽ വരുമ്പോൾ ഹനനയാഗവും വഴിപാട് നിശ്ചയിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. സർവാംഗ ഹോമയാഗങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് അവൻ പറയുന്നു. 5-ാം വാക്യം, ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. 7-ാം വാക്യം, അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. ഇവിടെ ഒരു ഭക്തന്റെ തിരഞ്ഞെടുപ്പ് കാണാം. താൻ തിരഞ്ഞെടുത്തത് എന്താണ്? കർത്താവിന്റെ ഇഷ്ടം ചെയ്യുന്നതാണ് താൻ തിരഞ്ഞെടുത്തത്. നമ്മുടെ കർത്താവ് യേശുവിനെ കുറിച്ചാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ പുസ്തക ചുരുൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പുസ്തക ചുരുൾ നമുക്ക് സമയ ചുരുക്കത്താൽ ഞാൻ പെട്ടെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. പണ്ട് നേരത്തെ ഒരാൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, അപ്പച്ചന്റെ പ്രസംഗം മുതിർന്നവർക്ക് അത്ര മനസ്സിലാകാൻ പ്രയാസമായിരിക്കും. പക്ഷെ ഇങ്ങനെ പറഞ്ഞു, ചെറുപ്പക്കാർക്ക് യൂത്ത്സിന് അത് പെട്ടെന്ന് മനസ്സിലാകും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. പുസ്തക ചുരുൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിന്റെ മനസ്സിൽ അനാദികാലം മുതൽക്കേ നമ്മളെക്കുറിച്ചുള്ള പദ്ധതി, ദൈവത്തിന്റെ മനസ്സാണ് ഈ പുസ്തക ചുരുൾ എന്ന് പറയുന്നത്. 1. 2, ആ മനസ്സ് ദൈവവചനത്തിൽ കൂടെയോ പ്രവാചകന്മാരിൽ കൂടെയോ ലോകത്തിൽ വെളിപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതാണ് ഈ പുസ്തക ചുരുൾ. ദൈവത്തിന് സ്തോത്രം. പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. കർത്താവായ യേശുവിനെ കുറിച്ചുള്ള ഒരു ഭാഗമാണ് 40-ാം സങ്കീർത്തനത്തിൽ നിന്ന് ഇവിടെ എബ്രായ ലേഖന കർത്താവ് എടുത്ത് ഉദ്ധരിക്കുകയാണ്. പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. യേശു ജനിക്കുന്നതിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പ്രവാചകന്മാർ യേശുവിനെ കുറിച്ച് പ്രവചിക്കുകയും അത് പിതാവായ ദൈവത്തിന്റെ മനസ്സിൽ ഉണ്ടായിരുന്നതാണ്. പ്രവാചകന്മാർ പ്രവചിച്ചതാണ്. പിൽക്കാലത്ത് അത് പുസ്തക ചുരുളിൽ എഴുതി വെച്ചു. പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ദൈവത്തിന്റെ മനസ്സിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. അത് പ്രവചനത്തിൽ കൂടെ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. എഴുതിയിരിക്കുക എന്ന് പറഞ്ഞാൽ അരുളി ചെയ്യപ്പെട്ടത്, പ്രവചിക്കപ്പെട്ടത്. എന്താണ് എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്? എന്താണ് എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. ഞാൻ എന്ത് ചെയ്യണമെന്നും ഞാൻ എങ്ങനെ ജീവിക്കണമെന്നും എന്റെ ജീവിതം ഏത് നിലയിൽ നയിക്കണമെന്നും പുസ്തക ചുരുളിൽ എഴുതിയിരിക്കുന്നു. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ ജീവിതം സഫലമാകണമെങ്കിൽ, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നത് അർത്ഥപൂർണമാകണമെങ്കിൽ, നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് കണ്ടെത്തി അത് നിറവേറ്റുമ്പോൾ മാത്രമാണ് നിങ്ങളുടെയും എന്റെയും ജീവിതം അർത്ഥവത്തായി തീരുന്നത്, സഫലമായി തീരുന്നത്. അല്ലാത്തയിടത്തോളം ആ ജന്മം ഒരു പാഴ് ജന്മമാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ എന്ത് തിരഞ്ഞെടുക്കണമെന്നാണ് പറഞ്ഞു വരുന്നത്? എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. എന്താണ് എഴുതിയിരിക്കുന്നത്? ഞാൻ എന്ത് ചെയ്യണം? ഒന്നുകൂടെ വായിച്ചാൽ 5-ാം വാക്യം, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. എന്താണ് ഈ ശരീരം ഒരുക്കുക? കർത്താവ് എനിക്കൊരു ജീവിതം ഒരുക്കിയിരിക്കുന്നു. അതാണ് ഈ ശരീരം ഒരുക്കി. ഈ ഭൂമിയിൽ, ഈ മനോഹരമായ ഭൂമിയിൽ, ഈ പ്രപഞ്ചത്തിൽ, ഈ ഭൂഗോളത്തിൽ കർത്താവ് എനിക്കൊരു ജീവിതം ഒരുക്കി. അതാണ് നീ എനിക്കൊരു ശരീരം ഒരുക്കി. ദൈവത്തിന് എനിക്കൊരായുഷ്കാലം ഒരുക്കി. എനിക്ക് ദൈവം ഈ ഭൂമിയിൽ ഒരു ജീവിതം തന്നു. അതാണ് നീ എനിക്കൊരു ശരീരം ഒരുക്കിയിരിക്കുന്നു. എന്താണ് പുസ്തക ചുരുളിൽ എഴുതിയിരിക്കുന്നത്? എനിക്ക് കർത്താവ് തന്ന ശരീരം കൊണ്ട് ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന് പുസ്തക ചുരുളിൽ എഴുതിയിരിക്കുന്നു. മുന്നേ അത് എഴുതിയിട്ടുണ്ട്. ഞാനിപ്പോൾ അത് കണ്ടെത്തി. നിങ്ങളത് കണ്ടെത്തി അത് നിറവേറ്റുമ്പോഴാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം സഫലമാകുന്നത്. ഇപ്പോൾ നിങ്ങൾ എന്താണ് തിരഞ്ഞെടുക്കേണ്ടത്? ശ്രദ്ധിക്കുക.
നിങ്ങൾ എന്താണ് തിരഞ്ഞെടുക്കേണ്ടത്? പുസ്തക ചുരുൾ തിരഞ്ഞെടുക്കണം. അതിൽ എന്നെക്കുറിച്ച് എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് കണ്ടെത്തണം. കർത്താവ് അതിനായി എനിക്കൊരു ശരീരം ഒരുക്കി. ശരീരം ഒരുക്കി എന്ന് പറഞ്ഞാൽ, ശരീരം ഒരുക്കി എന്ന് പറഞ്ഞാൽ, ഇവിടെ ശ്രദ്ധിക്കുക, ആ പിങ്ക് കളർ കൊച്ച് ഇങ്ങനെ ഇങ്ങനെ, ശരി, ശ്രദ്ധിക്കണം, അറ്റൻഷനായിരുന്നു. ദൈവം നിനക്കായി ഒരുക്കിയതിനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറയുന്നത്. പിങ്ക് കളർ കൊച്ചൊന്നും ഇവിടെ വന്നിട്ടില്ല, ഞാൻ വെറുതെ പറഞ്ഞതാണ്. നിങ്ങളാരും പിങ്ക് കളർ കൊച്ചിനെ അന്വേഷിക്കേണ്ടത്. ഇവിടെ അങ്ങനെ പിങ്ക് കളർ കൊച്ചുങ്ങളൊന്നും ഇല്ല. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കർത്താവ് എനിക്കൊരു ശരീരം ഒരുക്കി. നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം കേട്ടോ. ഇവിടെ കറുത്തവരുണ്ട്, വെളുത്തവരുണ്ട്, വണ്ണം കൂടിയവരുണ്ട്, വണ്ണം കുറഞ്ഞവരുണ്ട്, പാടാൻ കഴിവുള്ളവരുണ്ട്, പാടാൻ കഴിയാത്തവരുണ്ട്, പല താലന്തുകളുള്ളവരുണ്ട്, നല്ല ആരോഗ്യമുള്ളവരുണ്ട്, അല്പ ആരോഗ്യം കുറഞ്ഞവരുണ്ട്. എന്തായിരുന്നാലും ദൈവം ഒരുക്കിയ ശരീരമാണ്. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഈ ലോകത്തിൽ ജീവിച്ച് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ മനസ്സിലെ പദ്ധതി നിറവേറ്റുവാൻ ഒരുക്കപ്പെട്ട, നൽകപ്പെട്ട ഒരു ജീവിതമാണ് എനിക്ക് നിങ്ങൾക്കുമുള്ളത്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നു? നിങ്ങൾക്ക് ഒരു ശരീരം, നിങ്ങൾക്ക് ദൈവം തന്ന ജീവിതം, അത് സ്പെഷ്യലി ഡിസൈൻ ചെയ്തതാണ് കർത്താവിന് വേണ്ടി, കർത്താവിന്റെ ഇഷ്ടം ചെയ്യാൻ. നിങ്ങൾ പറയുമല്ലോ, എനിക്ക്, നമ്മൾ പൊതുവെ കർത്താവിന്റെ ഇഷ്ടം നോക്കുമ്പോൾ നമുക്ക് സുവിശേഷ വേലയാണ് ഓർമ്മ വരുന്നത്. അതൊന്നും ഓർക്കണ്ട, അത് മാത്രമല്ല ദൈവത്തിന്റെ ഇഷ്ടം. എന്തായിരുന്നാലും നിങ്ങൾ പറയും, അയ്യോ എനിക്കതിന് കഴിവില്ല, പ്രാപ്തിയില്ല എന്നൊക്കെ പറയും. അല്ല, കർത്താവ് നിങ്ങളെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, കർത്താവ് നിങ്ങളെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് തന്റെ ഇഷ്ടം ചെയ്യാനാണ്. ആ താലന്തുകൾ നിങ്ങളുടെ ഉള്ളിലുണ്ട്, ആ പൊട്ടൻഷ്യൽ നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങളത് കണ്ടെത്തിയാൽ മതി. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോ യെശയ്യാപ്രവചനം 44 വാക്യത്തിൽ ഇങ്ങനെയുണ്ട്: ദൈവം നിങ്ങളെ അമ്മയുടെ ഉദരത്തിൽ നിർമ്മിച്ചത് തന്നെ തനിക്ക് വേണ്ടിയാണ്. നിങ്ങളുടെ ശരീരം എന്നത് ദൈവം തനിക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള ഒരു ശരീരമാണ്. വായിച്ചാൽ നോക്ക്, ആ ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവൻ. 24 വാക്യം. അതിന്റെ തനിക്കായി നിങ്ങളെ നിർമ്മിച്ചതാണ്. അമ്മയുടെ ഉദരത്തിൽ നിന്നെ നിർമ്മിച്ചത് കർത്താവിന് വേണ്ടിയുള്ള ഒരു ശരീരമാണ്. നമുക്കെല്ലാവർക്കും സുപരിചിതമായ വാക്യം 119 സങ്കീർത്തനം 13 വാക്യം. ഭയങ്കരവും അതിശയവുമായി നീ എന്നെ സൃഷ്ടിച്ചു, അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു എന്ന് പറഞ്ഞാൽ ഡിസൈൻ ചെയ്ത് പ്രോഗ്രാം ചെയ്ത് ഉണ്ടാക്കി. വായിച്ച ആ വാക്യം 139 സങ്കീർത്തനം 13 വാക്യം. എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു, അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു, ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നോക്കുക, എനിക്കൊരു ശരീരം ഒരുക്കി, കർത്താവിന് വേണ്ടി ഉണ്ടാക്കി. ഇവിടെ ഇരിക്കുന്ന നിങ്ങളും ഞാൻ, എല്ലാവരും ശ്രദ്ധിക്കണം, ഇവിടെ ഇരിക്കുന്ന നിങ്ങളും ഞാനും, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ശരീരം അഥവാ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ജീവിതം, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആയുഷ്കാലം, അത് കർത്താവിന് വേണ്ടിയുള്ളതാണ്. അതിലെ ഓരോ ദിവസവും കർത്താവിന് വേണ്ടിയുള്ളതാണ്. നിങ്ങളുടെ ജീവിത പുസ്തകത്തിലെ ഓരോ താളും അത് കർത്താവിന് വേണ്ടിയുള്ളതാണ്. അത് കണ്ടെത്തി നിറവേറ്റുമ്പോഴാണ് ജീവിതം അർത്ഥപൂർണമായി തീരുന്നത്. 119 സങ്കീർത്തനം 8 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ. എന്താണ് ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളിൽ ഒന്ന്? ന്യായപ്രമാണത്തിൽ, ദൈവവചനത്തിൽ ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. അതിൽ ഒന്നെന്താണെന്നറിയാമോ? ശ്രദ്ധിക്കണം. ഈ ന്യായപ്രമാണത്തിലെ മഹാത്ഭുതങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് എന്നെ കുറിച്ച് അതിൽ എഴുതിയിട്ടുണ്ടെന്ന് ഞാൻ കാണുമ്പോഴാണ് എനിക്ക് അത്ഭുതം. പറഞ്ഞ മനസ്സിലായോ? ഞാൻ എന്തുകൊണ്ടാണ് ശുശ്രൂഷയ്ക്ക് വന്നതെന്നറിയാമോ? ഒരിക്കൽ ചില സന്ദർഭങ്ങളിൽ വേദപുസ്തകം വായിച്ചപ്പോൾ അതിൽ ചില വാക്കുകൾ അത് എന്നെ കുറിച്ചാണെന്ന് എനിക്ക് മനസ്സിലായി. അതാരെക്കുറിച്ചുമല്ല, എന്നെ കുറിച്ചാണത്. പുസ്തകത്തിനുള്ളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ന്യായപ്രമാണത്തിലെ അത്ഭുതമാണത്. ഞാനുണ്ട് ആ പുസ്തകത്തിൽ. ദൈവത്തിന്റെ മനസ്സിൽ ഞാനുണ്ട്, ദൈവത്തിന്റെ പദ്ധതിയിൽ ഞാനുണ്ട്. എത്ര സന്തോഷമാണെന്നറിയാമോ? ഭ്രാന്ത് പിടിച്ചതുപോലെയാകും ഇതറിയുമ്പോൾ. നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് അതിൽ ഒരത്ഭുതം നീയാണ്. വിശ്വസിക്കുന്നവർ ഒന്ന് കരമുയർത്തി, വിശ്വസിച്ചില്ലെങ്കിലും കരമുയർത്തണം. നീ ഒരു അത്ഭുതമാണ്. ന്യായപ്രമാണത്തിൽ നീയുണ്ട്, ഈ പുസ്തകത്തിൽ നീയുണ്ട്, ദൈവത്തിന്റെ പദ്ധതിയിൽ നീയുണ്ട്. നന്നായി കരമുയർത്തിയാൽ. 87 സങ്കീർത്തനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ദൈവത്തിന്റെ നഗരമേ,
നിന്നെക്കുറിച്ച് മഹത്വമുള്ള കാര്യങ്ങൾ അരുളി ചെയ്തിരിക്കുന്നു. 87:3 ദൈവത്തിന്റെ പൈതലേ, ദൈവത്തിന്റെ പുസ്തക ചുരുളിൽ നിന്നെക്കുറിച്ച് മഹത്വമുള്ള കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. നിസാരനായി തോന്നിയേക്കാം, ബലഹീനനായി തോന്നിയേക്കാം, കഴിവ് കുറഞ്ഞവനായി തോന്നിയേക്കാം, ഒരു വീക്ക് പേഴ്സണാലിറ്റി ആയിരിക്കാം. പക്ഷേ നിന്നെക്കുറിച്ച് മഹത്വമുള്ള കാര്യങ്ങൾ ഈ പുസ്തക ചുരുളിലുണ്ട്. ദൈവത്തിന്റെ മനസ്സിൽ നിന്നെക്കുറിച്ച് മഹത്വമുള്ള കാര്യങ്ങളുണ്ട്. ഇത് കാണുമ്പോൾ കണ്ണുകൾ പ്രകാശിക്കും. നമ്മളിപ്പോ വായിച്ച വാക്യം 40-ാം സങ്കീർത്തനത്തിലുണ്ട്. 40-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ നീ എനിക്കൊരു ശരീരം ഒരുക്കിയിരിക്കുന്നു എന്ന് പറയുന്നിടത്ത് അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നീ എനിക്ക് ചെവികളെ തുറന്നിരിക്കുന്നു. ചെവികളെ തുറന്നിരിക്കുന്നു, ചെവി തുറന്നു വെച്ചിരിക്കുന്നു. മലയാള ബൈബിളിൽ നീ എനിക്ക് ചെവി തുളച്ചിരിക്കുന്നു. എന്താണ് ചെവി തുളയ്ക്കുക? കർത്താവ് എനിക്ക് വേണ്ടി എഴുതിയിരിക്കുന്ന ന്യായപ്രമാണത്തിൽ അത്ഭുതങ്ങളെ കാണേണ്ടതിനും അത് ഞാൻ കേൾക്കേണ്ടതിനും എനിക്ക് ചെവി തുളയ്ക്കപ്പെടണം. ആർക്ക് ദൈവത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ആർക്ക് കാണാൻ കഴിയും? ആർക്ക് ആ ശബ്ദം കേൾക്കാൻ കഴിയും? ചെവി തുളയ്ക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ ഒരു പ്രമാണമുണ്ട്. ഒരുവൻ തന്റെ യജമാനന് എന്നും അടിമയായി ഇരിക്കാമെന്ന് തീരുമാനിക്കുമ്പോൾ അവന്റെ ചെവി തുളയ്ക്കും. ഞാൻ എന്റെ കർത്താവിന്റെ ദാസനായിരുന്നു കൊള്ളാം, ഞാൻ എന്റെ യേശുവിനെയാണ് സ്നേഹിക്കുന്നത് എന്ന് പറയുന്ന മാത്രയിൽ നിന്റെ ചെവികൾ തുളയ്ക്കപ്പെടും, അഥവാ തുറക്കപ്പെടും. കർത്താവ് നിന്നെ കുറിച്ച് അരുളി ചെയ്തിരിക്കുന്ന മഹത്വമുള്ള കാര്യങ്ങൾ നിന്റെ കാതുകളിൽ മുഴങ്ങും. അന്യശബ്ദം പിന്നെ നീ കേൾക്കുകയില്ല. ഇംഗ്ലീഷ് ബൈബിളിൽ ചെവി തുറന്നു എന്ന് മൂലഭാഷയിൽ നീ എനിക്ക് ചെവിയെ കുഴിച്ചിരിക്കുന്നു എന്നാണ്, ഡിഗ്ഡ് എന്നാണ് കാണുന്നത്. ചെവിയെ കുഴിച്ചിരിക്കുന്നു. എന്തിനായി ചെവി കുഴിക്കുന്നത്? പുറമേയുള്ള ചെവി കൊണ്ട് ഇത് കേൾക്കാൻ പറ്റുകയില്ല. ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നു, നിങ്ങൾ ഞാൻ പറയുന്ന വാക്ക് കേൾക്കുന്നു. കർത്താവിന്റെ വിളി കേൾക്കണമെങ്കിൽ ചെവിയിൽ ഉള്ള ഈ ഓട്ട അത് കുഴിച്ച് 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 ഹൃദയത്തിലേക്ക് എത്തണം ആ കുഴി. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ആത്മാവ് നിങ്ങളോട് പറയുന്നത് ഇമ്മാനുവേൽ പറയുന്നത് കേൾക്കാൻ ഈ ചെവി മതി. ഇമ്മാനുവേൽ പറയുന്നതിന്റെ ഉള്ളിലെ ആത്മാവ് പറയുന്നത് കേൾക്കുവാൻ ചെവിയുടെ കുഴി ഇത്രയും ഉണ്ടായാൽ പോരാ. ആ ചെവി കുഴിഞ്ഞ് 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 ഹൃദയത്തിലെത്തണം. ആത്മാവ് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. നമ്മുടെ ഹൃദയത്തിലെ കാതുകൾ തുറക്കപ്പെടട്ടെ. യഹോവയെ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കാം. അങ്ങനെ പറയണം. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ തങ്ങളെക്കുറിച്ച് എഴുതിയത് എങ്ങനെ മനസ്സിലാവും? ഓരോരുത്തരും വിളി പറയുന്നല്ലോ. സുവിശേഷ വേലക്കാർ തങ്ങളുടെ വിളിയെക്കുറിച്ച് പറയുന്നല്ലോ. അവരെന്താ പറയുന്നത്? അവര് വചനമാണ് പറയുന്നത്. അത് പണ്ടേ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അതെന്നെ കുറിച്ചാണെന്ന് എപ്പോൾ മനസ്സിലാകും? കർത്താവിനെ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിച്ച്, ഞാൻ എന്റെ യേശുവിന് വേണ്ടി മാത്രം ജീവിക്കുമെന്ന് തീരുമാനിച്ച്, കർത്താവേ എന്നോട് സംസാരിക്കണമേ എന്ന ഞാൻ എന്റെ ഹൃദയത്തെ ചായ്ക്കുമ്പോൾ മാത്രമേ എനിക്കത് കേൾക്കാൻ കഴിയൂ. എത്രയോ തവണ വായിച്ചിട്ടുണ്ട്. 2 തിമോഥെയോസ് 2:10 തോന്നുന്നു. അവിടെ പ്രകാരം എഴുതിയിട്ടുണ്ട്: ക്രിസ്തയേശുവിലുള്ള രക്ഷ നിത്യതേജസ്സോടുകൂടെ വൃതന്മാർക്ക് കിട്ടേണ്ടതിന്. 2:10 വാക്യം. അതുകൊണ്ട് ക്രിസ്തയേശുവിലുള്ള രക്ഷ നിത്യതേജസ്സോടുകൂടെ വൃതന്മാർക്ക് കിട്ടേണ്ടതിന് ഞാൻ അവർക്ക് സകലവും സഹിക്കുന്നു. ഇത് പൗലോസാണ് പറയുന്നത്. എന്നാൽ ഒരു നാളിൽ ഞാൻ ദൈവസ്നേഹത്താൽ നിറഞ്ഞ ഈ വേദഭാഗം വായിച്ചപ്പോൾ ഇത് പൗലോസല്ല, ഞാനാണ്. അവിടെ എഴുതിയിരിക്കുന്നത് എന്നെ കുറിച്ചാണ്. അന്ന് അതാണ് എനിക്ക് ശുശ്രൂഷയ്ക്കുള്ള വിളി എന്ന് പറയുന്നത്. ടി ഒപ്പച്ചൻ ചോദിച്ചു, വേലയ്ക്കുള്ള വിളി എന്താണ്? ഞാൻ ഒരൊറ്റ വാക്യം എഴുതി കൊടുത്തു. അവർ ഇത് മാത്രം പോരല്ലോ, ഇഷ്ടം പോലെയുണ്ട്. പക്ഷെ ഇതെഴുതി കൊടുത്തു. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഒരു നല്ല വാക്യമാണ്. എന്നാൽ ഇനിയും ദൈവം സംസാരിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലോ, ഇഷ്ടം പോലെയുണ്ട്. അപ്പൊ ഇതാണ് പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ഞാൻ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുകയും കർത്താവിന് വേണ്ടി എന്നെ ദാസനായി സമർപ്പിക്കുകയും ചെയ്തപ്പോൾ പുസ്തക ചുരുളിൽ എഴുതിയിരിക്കുന്നത് കാണുവാൻ എന്റെ കണ്ണുകൾ തുറന്നു. എനിക്ക് വലിയ സന്തോഷമുണ്ടായി. ലോകം തരാത്ത സന്തോഷം ആ വിളി കേൾക്കുമ്പോൾ ഉണ്ടാകും. ദൈവത്തിന് സ്തോത്രം. നമ്മൾ വായിച്ചതായ വേദഭാഗത്തിൽ പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ദൈവം വേദപുസ്തകത്തിൽ ചില ഭക്തന്മാരെ കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതിൽ ഒരാളെ കുറിച്ച് ഇന്ന് നിങ്ങളോട് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുക. പുസ്തക ചുരുളിൽ എഴുതിയെന്ന് പറഞ്ഞാൽ തന്നെ കുറിച്ച് മുൻപ് കൂട്ടി പ്രവചിക്കപ്പെട്ടു. താനത് കണ്ടുപിടിച്ചു. ഇസ്രായേൽ ദാവീദ് ഭരിച്ചിരുന്ന രാജ്യം, നിങ്ങൾ ഇനി അല്പം ഒന്ന് ശ്രദ്ധിക്കുക. ദാവീദ് ഭരിച്ച രാജ്യം ദാവീദിന്റെ മകനായ ശലോമോന്റെ കാലയളവിന് കാലഘട്ടത്തിന് ശേഷമായിട്ട് ആ രാജ്യം രണ്ടായി പിരിഞ്ഞു.
ഒന്ന് ഇസ്രായേൽ, മറ്റൊന്ന് യഹൂദ. യഹൂദ എന്ന രാജ്യത്തെ ഭരിച്ചിരുന്നത് ദാവീദിന്റെ പുത്രന്മാരായിരുന്നു വംശാവലിയായിട്ട്. എന്നാൽ ഇസ്രായേൽ എന്ന രാജ്യത്തെ ഭരിച്ചിരുന്നത് യൊരോബയാം എന്നൊരു രാജാവാണ്. എന്നാൽ ദൈവത്തിന്റെ ആലയം ഉണ്ടായിരുന്നത് യഹൂദായിലാണ്. അപ്പോൾ ഈ യൊരോബയാമിനൊരു പേടി. ഇസ്രായേൽ മക്കൾ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ഈ ആലയത്തിൽ ചെല്ലുമ്പോൾ പിന്നീട് അവർ പതുക്കെ പതുക്കെ എന്നോടുള്ള കൂറ് നഷ്ടപ്പെട്ട് അവർ യഹൂദ രാജാവിനോട് ചേരും, അവരെന്നെ ഉപേക്ഷിക്കും എന്ന് പേടിച്ചിട്ട് നിങ്ങൾ ഇനി ആരാധിക്കാൻ യെരൂശലേമിൽ പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഇസ്രായേലിൽ 2 2 കാളക്കുട്ടികളെ ദൈവമായി ഉണ്ടാക്കിയിട്ട് അതിനെ നമസ്കരിക്കാൻ പറഞ്ഞു. ഞാൻ വളരെ ചുരുക്കി പറഞ്ഞു വിടുകയാണ്. അതിന് യാഗമർപ്പിക്കാൻ അവൻ ബേത്തേൽ എന്ന സ്ഥലത്ത് ഒരു യാഗപീഠമുണ്ടാക്കി. ആ യാഗപീഠത്തിന്റെ പ്രതിഷ്ഠയുടെ അന്ന് ആ യാഗപീഠം ഇവൻ ചെയ്ത പ്രവൃത്തി ഇസ്രായേലിനെ വളരെ ദോഷമായി ബാധിച്ചു. അതിനിമിത്തം ഇസ്രായേൽ വളരെ മോശമായ രീതിയിൽ വിഗ്രഹാരാധികളായി മാറി. അവർ ദൈവത്തെ തള്ളിക്കളഞ്ഞു. അവർ പാപത്തിന്റെ ആഴത്തിൽ പോയി. ഒടുവിൽ അവർ ശിക്ഷിക്കപ്പെട്ടു. ഒടുവിൽ അവർ അടിമകളായി പോകേണ്ടി വന്നു. ഇതിന്റെ എല്ലാം തുടക്കം ഈ യാഗപീഠമാണ്. അപ്പോൾ ഈ യാഗപീഠത്തിന്റെ ഉദ്ഘാടനം അല്ലെങ്കിൽ പ്രതിഷ്ഠയുടെ അന്ന് ഒരു ദൈവപുരുഷൻ വന്ന് പ്രവചിച്ചു. ഈ സംഭവം നടക്കുന്നത് ക്രിസ്തുവിന് മുമ്പ് BC 931 ഞാൻ പറയുന്ന ഡേറ്റുകൾ ഒന്ന് ശ്രദ്ധിക്കണം. BC 931 യൊരോബയാം രാജാവാകുന്നത്. അതിനുശേഷമായിട്ടാണ് ഒരു പ്രവാചകൻ വന്ന് പറഞ്ഞത്, യാഗപീഠമേ യാഗപീഠമേ, ഇതാ ദാവീദിന്റെ സന്തതിയായിട്ട് യോശിയാവ് എന്നൊരുത്തൻ ജനിക്കും. അവൻ വന്ന് ഈ യാഗപീഠത്തെ അശുദ്ധമാകും. ഇങ്ങനെ പ്രവചിച്ചു BC 931. പിന്നീട് കാലങ്ങൾ കടന്നുപോയി. 5 വർഷം, 10 വർഷം, 100 വർഷം, ഏറെക്കുറെ 309 കൊല്ലം കഴിഞ്ഞ് ദാവീദിന്റെ കുടുംബത്തിൽ ആമോൻ എന്ന രാജാവിന്റെ മകനായി യോശിയാവ് എന്നൊരുത്തൻ ജനിച്ചു. ആമോൻ എന്നത് ഒരു ദുഷ്ടനായ രാജാവായിരുന്നു. എന്നാൽ അവനൊരു മകൻ ജനിച്ചപ്പോൾ യോശിയാവ് എന്ന് പേരിട്ടു. യോശിയാവ് വളർന്നു. അവൻ ദൈവത്തെ സ്നേഹിച്ചു. പിൽക്കാലത്ത് അവൻ ഇസ്രായേലിൽ ബേത്തേൽ എന്ന സ്ഥലത്ത് ചെന്നു. അവൻ ഈ യാഗപീഠത്തെ അശുദ്ധമാക്കി. അപ്പോൾ അവിടെ ഒരു ജ്ഞാപക സ്തംഭം കണ്ടു. അവൻ ചോദിച്ചു, അതെന്താണ്? അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പ്രായമുള്ളവർ പറഞ്ഞു, നീ ഇങ്ങനെ വരുമെന്നും നീ ഇതൊക്കെ ചെയ്യുമെന്നും ഏകദേശം 310 കൊല്ലം മുമ്പേ പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്. യോശിയാവിന് എത്ര അത്ഭുതം തോന്നിക്കാണും. 5 വർഷമോ 10 വർഷമോ മുമ്പല്ല, താൻ ലോകത്തിൽ ജനിക്കുന്നതിന് 300 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവൻ ജനിക്കുമെന്നും അവന്റെ പേര് യോശിയാവ് എന്നാണെന്നും അവൻ ഈ പ്രവൃത്തികളെല്ലാം ചെയ്യുമെന്നും പുസ്തകച്ചുരുളിൽ എഴുതപ്പെട്ടിട്ടുണ്ടെന്ന് കണ്ടപ്പോൾ അവൻ എത്രമാത്രം ആനന്ദിച്ചു കാണും. അവനെക്കുറിച്ച് പുസ്തകച്ചുരുളിൽ എഴുതപ്പെട്ടത് 310 കൊല്ലം മുമ്പാണെങ്കിൽ നിന്നെക്കുറിച്ച് ദൈവത്തിന്റെ മനസ്സിലെ പദ്ധതി എന്ന് പറയുന്നത് 10 കൊല്ലം മുമ്പല്ല, നീ ജനിച്ചപ്പോഴല്ല, നീ പെന്തക്കോസ്തിൽ വന്നപ്പോഴല്ല, നീ സ്നാനപ്പെട്ടപ്പോഴല്ല, നീ അഭിഷേകം പ്രാപിച്ചപ്പോഴല്ല, നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴല്ല. ദൈവത്തിന്റെ മനസ്സിൽ അനാദികാലം മുതലേ നിന്നെക്കുറിച്ചുള്ള പദ്ധതി എഴുതി വെച്ചിട്ടുണ്ട്. ഇതറിയാതെ നീ ജീവിച്ചാൽ, ശ്രദ്ധിക്കുക, ഇതറിയാതെ ജീവിച്ചാൽ നിന്റെ ജീവിതം എത്ര നിർഭാഗ്യമാണ്. ഇതല്ലേ അറിയേണ്ടത്. യോശിയാവ് ഇതറിഞ്ഞല്ലോ. പുസ്തകച്ചുരുളിൽ അവനെക്കുറിച്ച് എഴുതിയിരുന്നത് അവൻ അറിഞ്ഞു. അവൻ സന്തോഷമായി. അവന്റെ പേരിനെ കുറിച്ച് നമുക്ക് നോക്കാം. എല്ലാവരും എന്നെ ശ്രദ്ധിക്കണം. പലരും വരും പോകും. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുക. അവന്റെ പേരെന്താണെന്നറിയാമോ? യോശിയാവ് എന്നാണ്. അവന്റെ അപ്പൻ മാനസാന്തരപ്പെടാത്തവനാണ്. അവന്റെ അപ്പൻ ഒരു പിന്മാറ്റക്കാരനാണ്. പക്ഷേ തനിക്കൊരു മകൻ ജനിച്ചപ്പോൾ പേരിട്ടത് യോശിയാവ് എന്ന് തന്നെയാണ്. വേറെ ഒരു പേരും ഇട്ടില്ല. എന്താണ് യോശിയാവ് എന്ന് പേരിടാൻ കാരണം? അത് ദൈവം തീരുമാനിച്ച പേരാണ്. ദൈവം തീരുമാനിച്ച പേരാണ്. നിന്നെ കർത്താവ് പേർചൊല്ലി വിളിച്ചിട്ടുണ്ട്. കർത്താവ് നിന്നെ പേർചൊല്ലി വിളിച്ചിരിക്കുകയാണ്. യെശയ്യാ 43:1. പേരിടാനുള്ള അവകാശം ആർക്കാണ്? ഞാനൊരു പട്ടിക്കുഞ്ഞിനെ മേടിച്ചാൽ അതെന്റെ പട്ടിക്കുഞ്ഞാണ്, ഞാനതിന് പേരിടും. എനിക്ക് വീട്ടിലൊരു പിതാവിന് മകൻ ജനിച്ചാൽ പേരിടും. തൻ്റെതാണത്. തൻ്റെതാണെങ്കിൽ തൻ്റെ സ്വന്തമാണ്. അതുകൊണ്ട് ഈ യോശിയാവ് ദൈവത്തിൻ്റെതായിരുന്നു. അതുകൊണ്ടാണ് ദൈവം അവന് പേരിട്ടത്. ദൈവം വിളിച്ച പേര് മാറ്റാൻ ആർക്കും സാധ്യമല്ല. വായിച്ചേ, യെശയ്യാ 43:1. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലേ, നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവനോ. ഇവിടെ ഇരിക്കുന്ന യുവാവിനോട്, യുവതിയോട്, പ്രായമായവരോടും എല്ലാം ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നീ എനിക്കുള്ളവനാ.
യോശിയാവ് എന്ന പേര് അപ്പൻ പിന്മാറ്റക്കാരനാണെങ്കിലും മാറ്റാൻ പറ്റിയില്ല. കാരണം അവൻ ദൈവത്തിൻ്റെതാണ്. ഞാൻ ദൈവത്തിൻ്റെതാണെന്ന് വിശ്വസിക്കുന്നവരൊന്ന് കരം ഉയർത്തിയ കർത്താവ് പറയാണ്, നീ എനിക്കുള്ളവൻ തന്നെയാണ്, ഞാൻ ആർക്കും നിന്നെ വിട്ടുകൊടുക്കുകയില്ല. സന്തോഷമുള്ളവർ മാത്രം കരം ഉയർത്തി. നിങ്ങളും പറയണം, ഞാൻ നിനക്കുള്ളവൻ തന്നെ കർത്താവേ. എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞു നീ എനിക്കുള്ളവനാണെന്ന്. എന്നെ കർത്താവ് ഒരിക്കൽ പേര് ചൊല്ലി വിളിച്ചു. എൻ്റെ പേര് ഇമ്മാനുവേൽ എന്നാണ് നിങ്ങൾക്കറിയാം. എന്നാൽ അത് ഒഫീഷ്യൽ റെക്കോർഡ്സിൽ അങ്ങനെ ഒരു പേരില്ല. എൻ്റെ അപ്പൻ എനിക്ക് ഇമ്മാനുവേൽ എന്ന് പേരിട്ടെങ്കിലും എന്നെ വീട്ടിൽ വിളിക്കുന്നത് എനിക്കൊരു ഓമന പേരുണ്ട്. അത് വീരൻ എന്നാണ് കേട്ടോ. അതെ, വീരൻ എന്നുള്ളൊരു പേരാണ്. അതാണ് എൻ്റെ ഡോക്യുമെന്റ്സിലൊക്കെ ഇരിക്കുന്നത്. എൻ്റെ ഒഫീഷ്യൽ നെയിം വീരൻ എന്നാണ്. ആ നാട്ടിലോ ആ ദേശത്തോ ആർക്കും ഇങ്ങനെ ഒരു പേരില്ല. എനിക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു പേര്, ഒരു ഓഡ് നെയിം. ഞാൻ ഈ പേര് നിമിത്തം എന്തെല്ലാം നാണക്കേട് അനുഭവിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? 10ാം ക്ലാസ്സിൽ ഹോൾ ടിക്കറ്റ് വീരൻ എന്ന് വിളിക്കും. അപ്പൊ എല്ലാവരും തിരിഞ്ഞു നോക്കും, ആരാടാ ഈ വീരൻ എന്നറിയാം. പാവപ്പെട്ട അശു പോലെ ഇരിക്കുന്ന ഞാൻ, അന്ന് ഞാൻ വളരെ പൊക്കമൊക്കെ കുറവാണ് കേട്ടോ, ഒരു കാക്കക്കുഞ്ഞു പോലെ ഇരിക്കുന്ന ഇവനാണോ വീരൻ? പക്ഷെ ഒരു നാൾ കർത്താവിന് പേർ ചൊല്ലി വിളിച്ചു, വീര വീര എന്ന് വിളിച്ചു. ഞാൻ എഴുന്നേറ്റിരുന്നു. കർത്താവ് എന്നോട് സംസാരിച്ചു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. കാരണം എന്താണെന്നറിയാമോ? നീ എനിക്കുള്ളവൻ തന്നെയാണ്. നിങ്ങൾ കർത്താവിനുള്ളവരാണോ? ആണെന്നുള്ളവരൊന്ന് കരമുയർത്തിയേ. സന്തോഷമാണോ അത്? നിങ്ങൾ ആർക്കൊക്കെയോ സ്വന്തമാകാൻ കാക്ഷിക്കുന്നു, വെറുതെയാണ് കേട്ടോ. കർത്താവിന്റെ സ്വന്തമാകുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷം. ഈ യോശിയാവ് എന്ന പേരിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? സപ്പോർട്ടഡ് ബൈ ലോർഡ്, സപ്പോർട്ടഡ് ബൈ ദ ലോർഡ്. യഹോവയാൽ താങ്ങപ്പെടുന്നവൻ, യഹോവ താങ്ങുന്നവൻ, യഹോവ ഉറപ്പിച്ചവൻ, യഹോവ അടിസ്ഥാനമായിരിക്കുന്നവൻ. നോക്കുക, സങ്കീർത്തനക്കാരൻ ഇങ്ങനെയാണ് പറയുന്നത്. 71-ാം സങ്കീർത്തനം 6-ാം വാക്യം, ഗർഭം മുതൽ നീ എന്നെ താങ്ങി. നിങ്ങൾ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് മരിക്കേണ്ടതായിരുന്നു, മരിച്ചില്ല. നിങ്ങൾ ഇന്ന് വരെ എപ്പോഴൊക്കെയോ നിങ്ങൾ വീണുപോകേണ്ടതായിരുന്നു, വീണില്ല. കാരണം എന്താണെന്ന് അറിയാമോ? യഹോവ നിങ്ങളെ താങ്ങിയിരിക്കുക. ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ദൈവമാണ് നമ്മളെ താങ്ങുന്നത്. ആ വാക്യം വായിച്ച്, ഗർഭം മുതൽ നീ എന്നെ താങ്ങി. അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് ലോകത്തിൽ ജീവിക്കുന്നത്. യെശയ്യാ 46:4 വായിച്ചേ, ഗർഭം മുതൽ വഹിക്കപ്പെട്ടവരാണ്, നിങ്ങളുടെ വാർദ്ധക്യം വരെയും ഞാൻ നിങ്ങളെ താങ്ങിക്കൊണ്ടേയിരിക്കും. ഇതാണ് യേശു നിന്നോട് പറയുന്നത്. അമ്മയുടെ ഉദരത്തിൽ ഒരു വായു മുതൽ നിന്നെ താങ്ങിയ ദൈവം, പുരാതനനായ ദൈവം നിന്റെ സങ്കേതമാണ്. നിന്റെ കീഴെ അവന്റെ ശാശ്വത ഭുജങ്ങളുണ്ട്. കർത്താവാണ് നിന്നെ താങ്ങിക്കൊണ്ടിരിക്കുന്നത്. പാപം നിന്നെ തള്ളിയിടാൻ വരുമ്പോൾ, പിശാച് നിന്നെ പാപത്തിൽ തള്ളിയിടാൻ വരുമ്പോൾ, നരകത്തിൽ തള്ളിയിടാൻ ശ്രമിക്കുമ്പോൾ താങ്ങുന്ന ഒരു കർത്താവുണ്ട്. ദൈവത്തെ തിരഞ്ഞെടുക്കണം. ഈ കർത്താവിനെയാണ് നീ തിരഞ്ഞെടുക്കേണ്ടത്. നമ്മുടെ വിഷയത്തിലേക്ക് വരാം. വായിച്ചേ 46:4. യെശയ്യാ 46:4 ഇല്ലേ? നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യൻ തന്നെ, നിങ്ങൾ നരയ്ക്കുമ്പോഴും ഞാൻ നിങ്ങളെ ചുമക്കും, ഞാൻ ചെയ്തിരിക്കുന്നു, ഞാൻ വഹിക്കുകയും. ഗർഭം മുതൽ വഹിക്കപ്പെട്ടവർ, അങ്ങനെയില്ലേ? 3-ാം വാക്യം, 3. ഗർഭം മുതൽ വഹിക്കപ്പെട്ടവരും ഉദരം മുതൽ ചുമക്കപ്പെട്ടവരും യാക്കോബ് ഗൃഹവും. മതി. ഇയ്യോബ് പറയുന്നു, എന്നെ ചുമക്കുവാൻ അമ്മയുണ്ടായിരുന്നതിന്, മുഴങ്കാലുണ്ടായിരുന്നതിന്. നിങ്ങൾ ലോകത്തിൽ ഉരുവായത് മുതൽ ഇന്ന് വരെ ദൈവമാണ് നിങ്ങളെ താങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താണ്? നിങ്ങൾ ദൈവത്തിൻ്റെതാണ്. നിങ്ങളെക്കുറിച്ച് പുസ്തകച്ചുരുളിൽ എഴുതിയിട്ടുണ്ട്. ദൈവത്തിന്റെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. യേശു ജനിച്ചപ്പോൾ കൊല്ലുവാൻ ഹേരോദാവ് നോക്കി. യേശുവിനെ കുറിച്ചും കൂടെയാണല്ലോ ഇത്. എന്നാൽ പിതാവായ ദൈവം അനുവദിച്ചു കൊടുത്തില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നിങ്ങളെ കർത്താവാണ് താങ്ങിയിരിക്കുന്നത്. ഇനി നമുക്ക് യോശിയാവ് പുസ്തകച്ചുരുളിൽ എഴുതിയിരിക്കുന്നതെല്ലാം നിറവേറ്റി. അതിന് കാരണം അവന്റെ തിരഞ്ഞെടുപ്പുകളാണ്. നമുക്കിനി അത് ശ്രദ്ധിക്കാം. യോശിയാവിനെ കുറിച്ച് പുസ്തകച്ചുരുളിൽ എഴുതിയത് അവനോട് ആരും പറഞ്ഞു കൊടുത്തൊന്നുമില്ല, അവനത് അറിഞ്ഞതുപോലുമില്ല. എന്നാൽ അത് ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ആളുകൾ പറഞ്ഞത്, നിന്നെക്കുറിച്ച് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, നിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്, നീ ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് എഴുതിയിട്ടുണ്ട്. അവൻ എത്രമാത്രം സന്തോഷിച്ചു കാണും. ഇവിടെ ഇരിക്കുന്ന യുവാവെ, യുവതിയെ, കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ, നിങ്ങളെക്കുറിച്ച് ആ പുസ്തകച്ചുരുളിൽ എഴുതിയിട്ടുണ്ട്, ദൈവത്തിന്റെ മനസ്സിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അത് എന്ന് കാണുന്നു അന്ന് നിന്റെ ഹൃദയം ആനന്ദിക്കും. നിന്നെക്കുറിച്ച് മഹത്വമുള്ള കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. യോശിയാവിന്റെ തെരഞ്ഞെടുപ്പ് നോക്കാം. യോശിയാവിന്റെ തെരഞ്ഞെടുപ്പാണ് അവനെ കൊണ്ട് ഇതെല്ലാം ജയിച്ചത്. ഒന്ന്, അവൻ നല്ല മാതൃക തിരഞ്ഞെടുത്തു. തനിക്ക് പിൻപറ്റുവാൻ ഒരു നല്ല മാതൃക അവൻ തിരഞ്ഞെടുത്തു. നിങ്ങൾ എന്ത് തിരഞ്ഞെടുക്കണം? അതിന് സഹായിക്കാനാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. നിങ്ങൾ നല്ല മാതൃക തിരഞ്ഞെടുക്കണം. 2 ദിനവൃത്താന്തം
34:2 വായിക്കുക, പെട്ടെന്ന് വായിക്കാം. അവന്റെ വാഴ്ചയുടെ 8-ാം ആണ്ടിൽ അവന്റെ യൗവനത്തിൽ തന്നെ അവൻ തന്റെ പിതാവായ ദാവീദിന്റെ ദൈവത്തെ അന്വേഷിച്ചു തുടങ്ങി. 12-ാം ആണ്ടിൽ അവൻ പൂജാഗിരി ഒന്നാം വാക്യമാണോ അവിടെ? യോശുവ വാഴ്ച തുടങ്ങിയപ്പോൾ അവൻ 8 വയസ്സായിരുന്നു. അവൻ 30 സംവത്സരം യെരൂശലേമിൽ വാണു. അവൻ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. തന്റെ പിതാവായ ദാവീദിന്റെ വഴികളിൽ വലത്തോട്ടോ ഇടത്തോട്ടോ മാറാതെ നടന്നു. ദൈവത്തിന് സ്തോത്രം. 8-ാമത്തെ വയസ്സിൽ രാജാവായവൻ, ശ്രദ്ധിക്കണം, 8-ാമത്തെ വയസ്സിൽ രാജാവായവൻ. 2 ദിനവൃത്താന്തം 34:1 വാക്യം. അവൻ ഫോളോ ചെയ്യാൻ ഒരു നല്ല മോഡൽ തിരഞ്ഞെടുത്തു. അതെന്താണെന്ന് അറിയാമോ? ശ്രദ്ധിക്കണം. തന്റെ പിതാവായ ദാവീദിനെ തിരഞ്ഞെടുത്തു. പിതാവ് എന്ന് പറഞ്ഞാൽ സ്വന്തം അപ്പനല്ല, അപ്പൂപ്പനുമല്ല, മുതുമുത്തച്ഛനാണ്. ഇവൻ ജനിച്ചത്, ഈ യോശിയാവ് രാജാവായത് BC 648 അവൻ ജനിക്കുന്നത്. BC 648 അവൻ ജനിക്കുന്നത്. ദാവീദ് രാജാവാകുന്നത് BC 1000 ഏകദേശം 400 പരം വർഷങ്ങൾക്ക് മുമ്പേ. 400 കൊല്ലം മുമ്പ് ജീവിച്ച ദാവീദിനെയാണ് അവൻ മാതൃകയാക്കിയത്. അവന്റെ സ്വന്തം അപ്പൻ, അവന്റെ അപ്പനായ ആമോൻ അവനെ മാതൃകയാക്കിയില്ല. അതൊരു നല്ല മാതൃകയല്ല. അവൻ തനിക്കൊരു മാതൃക വേണമെന്ന് തീരുമാനിച്ചപ്പോൾ അവൻ ഒരു നല്ല മാതൃക, കുറെ പുറകോട്ട് പോയി ഒരു നല്ല മാതൃക തിരഞ്ഞെടുത്തു. ദൈവത്തിന് ഇവിടെ ഇരിക്കുന്ന യൗവനക്കാർ ശ്രദ്ധിക്കുക, നിങ്ങൾക്കൊരു റോൾ മോഡൽ വേണം. നമ്മൾ ആരെ തിരഞ്ഞെടുക്കും? മഞ്ജു വാര്യർ. ഞാനത് ഇതൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ചില സിനിമാ നടികൾ, സെലിബ്രിറ്റികൾ, ഫാഷൻ ഐക്കണുകൾ. എനിക്ക് അവളെ പോലെ ആകണം. ഇവിടെ നോക്കിയാൽ ബീബർ കട്ട് അല്ലേ, ജസ്റ്റിൻ ബീബർ കട്ട് അല്ലേ, പിന്നെ എങ്ങനെ പലതും മാതൃകയാക്കാൻ. ദാവീദ് മാതൃകയാക്കാൻ തിരഞ്ഞെടുത്തത്, യോശിയാവ് മാതൃകയാക്കാൻ തിരഞ്ഞെടുത്തത് തന്റെ കണ്ണിന് മുമ്പിൽ കണ്ട തന്റെ അപ്പനെയല്ല. ആ മാതൃക പിൻപറ്റിയിരുന്നെങ്കിൽ അവൻ നശിച്ചു പോയേനെ. എന്നാൽ അവൻ മാതൃകയാക്കാൻ തിരഞ്ഞെടുത്തത് സാക്ഷാൽ ദാവീദിനെയാണ്. നിങ്ങൾ ആരെയാണ് മാതൃകയാക്കാൻ തിരഞ്ഞെടുക്കുന്നത്? നിങ്ങൾ ഈ സഭയിൽ നോക്ക്, നിങ്ങൾക്ക് അമാതൃകയായ പലരെയും കാണാം. പലരെയും നിങ്ങൾ കാണും. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള പ്രിയപ്പെട്ടവർ ദൈവ വഴി വിട്ട് നടക്കുന്നവരായിരിക്കും. നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള മാതൃക സ്വീകരിക്കുമോ, നശിക്കാനുള്ള മാതൃക സ്വീകരിക്കുമോ? പല ചെറുപ്പക്കാരും പറയാറുണ്ടല്ലോ, എന്തുവാ അവരെ നോക്ക്, ഇവരെ നോക്ക്, നീ എന്താണ് ഇങ്ങനെ നടക്കുന്നത്? പിന്നെ ഈ സഭയിൽ ആരാ കൊള്ളാവുന്നേ? അവരങ്ങനെയല്ലേ, ഇവരിങ്ങനെയല്ലേ എന്നൊക്കെ പറയും. നീ നശിക്കാനുള്ള മാതൃക തിരഞ്ഞെടുക്കുമോ, രക്ഷപ്പെടാനുള്ള മാതൃക തിരഞ്ഞെടുക്കുമോ? പണ്ടൊരാൾ ചോദിച്ചു, നീ എന്താണ് സ്നാനപ്പെടാത്തത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ക്രൂശിലെ കള്ളൻ മാനസാന്തരപ്പെട്ടോ. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, അവൻ ചത്ത കള്ളൻ, നീ ജീവനോടിരിക്കുന്ന കള്ളൻ. ആരെ മാതൃകയാക്കണം? കള്ളനെ മാതൃകയാക്കണമോ, കർത്താവിനെ മാതൃകയാക്കണമോ? നിങ്ങളുടെ മുൻപിലുള്ള തെറ്റായ മാതൃകകളെ വിടൂ. ഒരു പുറകോട്ട് പോയാൽ യേശുവിനെ കാണാം. യേശു ആരെയാണ് മാതൃകയായി സ്വീകരിച്ചത്? തന്റെ പിതാവിനെയാണ്. യേശു ദുഷ്ടലോകത്തിൽ വന്നപ്പോൾ അവിടെ മഹാപുരോഹിതന്മാരുണ്ടായിരുന്നു, മാതൃകയായിട്ടെടുത്തില്ല, എടുക്കാവുന്ന മാതൃകയല്ല. അവിടെ ന്യായശാസ്ത്രികൾ ഉണ്ടായിരുന്നു, അവരെ മാതൃകയായിട്ടെടുത്തില്ല, എടുക്കാവുന്ന മാതൃകയില്ല. അവിടെ രാജാക്കന്മാരുണ്ടായിരുന്നു, മാതൃകയായിട്ടെടുത്തില്ല, എടുക്കാൻ കൊള്ളാവുന്ന മാതൃകയില്ല. ആ മാതൃക സ്വീകരിച്ചാൽ നശിക്കും. നമുക്ക് സ്വീകരിക്കാൻ ഒരു നല്ല മാതൃകയുണ്ട്. അതാരാണ്? നമ്മുടെ യേശുവാണ്. സൂപ്പർ സ്റ്റാറുകളെ മാതൃകയാക്കും, മെഗാസ്റ്റാറുകളെ മാതൃകയാക്കും. ലോകത്തിൽ യഥാർത്ഥ സ്റ്റാർ ആരാണ്? മാതൃകയാക്കാൻ, അനുകരിക്കാൻ കൊള്ളാവുന്ന സൂപ്പർ സ്റ്റാർ ആരാണ്? അത് നമ്മുടെ യേശുവാണ്. ഒരിക്കൽ ഒരു FAQവിൽ ഒരുത്തൻ ചോദിച്ചു, യേശു താടി വളർത്തിയിട്ടുണ്ടല്ലോ, അപ്പൊ പിന്നെ ഞാൻ താടി വെച്ചാൽ എന്താണ് കുഴപ്പം? അങ്ങനെയല്ല യേശുവിനെ മാതൃകയാക്കേണ്ടത്. ഞാൻ പിന്നെ യേശു ഇട്ടതുപോലെ ഒരു അങ്കിയും കൂടെ ഇട്ടാ പോരായോ? യേശു മൊബൈൽ ഉപയോഗിച്ചില്ലല്ലോ, പിന്നെ എന്തിനാ ഉപയോഗിക്കുന്നത്? യേശു കഴുതപ്പുറത്തല്ലേ യാത്ര ചെയ്തത്? നിനക്ക് ഡ്യൂക്ക് തന്നെ വേണമല്ലോ. യേശു ഡ്യൂക്കിൽ യാത്ര ചെയ്തിട്ടില്ലല്ലോ. യേശുവിന്റെ സ്വഭാവത്തെയാണ് മാതൃകയാക്കേണ്ടത്. യേശുവിന്റെ പേഴ്സണാലിറ്റി, യേശുവിന്റെ ആറ്റിറ്റ്യൂഡ്, യേശുവിന്റെ ആ തീക്ഷ്ണത, യേശുവിന്റെ ധൈര്യം, ഇതൊക്കെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്. യോശിയാവ് നല്ല മാതൃക തിരഞ്ഞെടുത്തു. നിങ്ങൾ ഏത് മാതൃക തിരഞ്ഞെടുക്കും? തെറ്റായ മാതൃകകൾ ഒരുപാടുണ്ട്, നല്ല മാതൃക. അതുകൊണ്ടാണ് ഇവിടെ നല്ല മാതൃക വെച്ചേച്ചു പോയ പത്രോസ് അങ്ങനെയാണ് പറയുന്നത്, നല്ല മാതൃക വെച്ചേച്ചു പോയ യേശു.
യേശു നാം അവന്റെ അടിച്ചുവടുകളെ പിന്തുടരുവാൻ അവനും നമുക്കൊരു നല്ല മാതൃക വെച്ച് പോയിരിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകളെ അവിടെ നിന്ന് വിടുകയാണ്. നമുക്ക് യേശുവിനെ മാതൃകയാക്കാം. ഇന്നു മുതൽ ഇവിടെ ഇരിക്കുന്നവർ തീരുമാനിക്കണം, ഞാൻ എന്ത് ചെയ്യണം. ഒരിക്കൽ ഒരാൾ ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് നാടകം കാണാൻ പോയിക്കൂടെ? പണ്ടാണ് നാടകം കാണാൻ പോയിക്കൂടെ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, പോകാമല്ലോ. ഞാൻ പോയിക്കൂടെ? പോകാമല്ലോ. നിങ്ങൾ എന്താ പോകാത്തത്? യേശു പോകുമെങ്കിൽ ഞാനും പോകും. യേശു നാടകം കാണാൻ പോയാൽ ഞാനും പോകും. യേശു സിനിമ കാണാൻ പോയാൽ ഞാനും പോകും. പോകുമോ? യേശു പോകുമോ? യേശു ബ്യൂട്ടി പാർലറിൽ പോകുമെങ്കിൽ ഞാനും പോകും. പോകുമോ? കുഞ്ഞുങ്ങളെ, പോകത്തില്ല. ആണായതുകൊണ്ടാണോ? ആണായാലും പെണ്ണായാലും യേശു പോകത്തില്ല. യേശു പോകുന്നിടത്ത് ഞാനും പോകും. യേശുവിനെ ഞാൻ മാതൃകയാക്കും. ഞാൻ സമയം പോയതുകൊണ്ട് അടുത്ത ഭാഗത്തിലേക്ക് പോവുകയാണ്. രണ്ടാമത് ഇവന്റെ തിരഞ്ഞെടുപ്പ് എന്താണെന്ന് അറിയാമോ? ഇവൻ തന്റെ വാഴ്ചയുടെ 8-ാം ആണ്ടിൽ എന്ന് പറഞ്ഞാൽ 16-ാമത്തെ വയസ്സിൽ, ടീനേജ് 16-ാമത്തെ വയസ്സിൽ അവൻ ദാവീദിന്റെ ദൈവത്തെ തിരഞ്ഞെടുത്തു. 2 ദിനവൃത്താന്തം 34-3 വാക്യം. അവന്റെ വാഴ്ചയുടെ 8-ാം ആണ്ടെന്ന് പറഞ്ഞാൽ അവന് വെറും 16 വയസ്സുള്ളപ്പോൾ. ഇവിടെയുള്ള 16 വയസ്സുകാരൊക്കെ ഒന്ന് കരമുയർത്തിയേ. 16 വയസ്സുകാർ, ശരി, 17 വയസ്സുകാർ, 18 വയസ്സുകാർ, ഇവിടെയുള്ള ടീനേജേഴ്സ് ഒന്ന് കരമുയർത്തിയേ. ടീനേജേഴ്സ് 13 to 19 ഒന്ന് കരമുയർത്തിയേ. ഈ 16-ാമത്തെ വയസ്സിൽ ഇവനൊരു രാജകുമാരനാണ്. സമ്പത്തിന്റെ മടിത്തട്ടിൽ കിടക്കുന്നവനാണ്. ഇവൻ ഈ 16-ാമത്തെ വയസ്സിൽ എന്താണ് അന്വേഷിച്ചത്? വായിച്ചാ വാക്യം. അവന്റെ വാഴ്ചയുടെ 8-ാം ആണ്ടിൽ അവന്റെ യൗവനത്തിൽ തന്നെ അവൻ തന്റെ പിതാവായ ദാവീദിന്റെ ദൈവത്തെ അന്വേഷിച്ചു തുടങ്ങി. 16-ാമത്തെ വയസ്സ് പലതും അന്വേഷിക്കുന്ന പ്രായമാണ്. ക്യൂരിയോസിറ്റി, നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയുള്ള ഒരു പ്രായമാണ് ഈ ടീനേജ്. അതെന്താ? ഇതെന്താ? ഇതൊന്ന് അനുഭവിച്ചാൽ എന്താ? ഇതൊന്ന് ടേസ്റ്റ് ചെയ്താൽ എന്താ? ഈ വഴിയിലൊന്ന് പോയാൽ എന്താ? ഒരു മാല, പെൺകുട്ടികൾക്കാണെങ്കിൽ ഒരു മാല ഇട്ടാൽ എന്താ? ആൺകുട്ടികൾക്കാണെങ്കിൽ ഒരു വീടി വലിച്ച് നോക്കിയാൽ എന്താ? അതിന്റെ ടേസ്റ്റ് ഒന്ന് അറിയണ്ടേ? പലതും അന്വേഷിക്കാവുന്ന ഒരു പ്രായമാണ്. ഒന്നുകൂടെ പറയാൻ ശ്രദ്ധിക്കണം. തെറ്റായ പലതും അന്വേഷിക്കുന്ന ഒരു പ്രായം, തെറ്റായ പലതും കിട്ടാവുന്ന ഒരു സാഹചര്യം. ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കണം. യോശിയാവിന്റെ അവസ്ഥ എന്താണ്? തെറ്റായ പലതും അന്വേഷിക്കുന്ന ഒരു പ്രായം, തെറ്റായ പലതും കിട്ടാവുന്ന ഒരു സാഹചര്യം. ഇന്നത്തെ യൗവനക്കാരെ ഓർക്കുമ്പോൾ ഞാൻ ചിന്തിക്കും, ഇന്ന് പണ്ടൊരു സിനിമ കാണണമെങ്കിൽ വീട്ടുകാരെ പേടിക്കണം, നാട്ടുകാരെ പേടിക്കണം, ഒളിച്ചും പാത്തും പോകണം. ഇന്നങ്ങനെയല്ലല്ലോ. സ്വന്തം വീട്ടിൽ സ്വന്തം റൂമിനകത്തിരുന്ന്, ഞങ്ങൾക്കാണെങ്കിൽ ഒരു റൂം പോലുമില്ല, ഒരു ഹാളിനകത്ത് 6 മക്കൾ ഇങ്ങനെ അട്ടിയിട്ടതുപോലെ കിടക്കുമായിരുന്നു. ഇന്ന് ഓരോരുത്തർക്ക് ഓരോ റൂം. അത് പ്രത്യേകിച്ച് അല്ലേ, ഒരു പ്രത്യേക തീമിലൊക്കെ ഉണ്ടാക്കുന്ന റൂമുകളാണ്. പലതും അന്വേഷിക്കുന്ന പ്രായത്തിൽ, പലതും കിട്ടാവുന്ന സാഹചര്യത്തിൽ ഇവൻ പക്ഷേ അന്വേഷിച്ചത് അതിനെയൊന്നുമല്ല, ഇവൻ അന്വേഷിച്ചത് ദൈവത്തെയാണ്. അതുകൊണ്ടാണ് അവൻ പുസ്തകച്ചുരുളിൽ എഴുതിയത്, നിവർത്തിച്ചത്. അതുകൊണ്ടാണ് അവന്റെ ജീവിതം സഫലമായത്. അതുകൊണ്ടാണ് അവനെക്കുറിച്ച് ഞാനിന്ന് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ എന്തന്വേഷിക്കും? ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ എന്തന്വേഷിക്കും? പലതും കിട്ടാവുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടെന്നേ. മൊബൈൽ കിട്ടും, ബൈക്ക് കിട്ടും, കാശ് കിട്ടും. നിങ്ങൾക്ക് പലതും അന്വേഷിക്കാവുന്ന പ്രായമാണ്. പക്ഷെ നിങ്ങൾ എന്തന്വേഷിക്കണം? ഇവനൊരു രാജകുമാരനാണ്. ഇവനൊരു രാജകുമാരനാണ്. രാജകുമാരനല്ല, ഇവൻ രാജാവ് തന്നെയാണ്. നല്ല അധികാരം, നല്ല സ്വാതന്ത്ര്യം. ഈ 16-ാമത്തെ വയസ്സ് എല്ലാ കാര്യങ്ങളും ഒന്ന് അറിയണമെന്ന് ചിന്തിക്കുന്ന പ്രായം. പക്ഷെ അവൻ അതൊന്നും അന്വേഷിക്കാൻ പോയില്ല. അവൻ അന്വേഷിച്ചത് ദൈവത്തെയാണ്. ആ ദൈവത്തെയാണ് അവൻ അന്വേഷിച്ചത്. നിങ്ങൾ ചില കാര്യങ്ങൾ അന്വേഷിക്കരുത്. ഞാൻ ഒന്ന് പറഞ്ഞുവിടാം. കുറിച്ചെടുത്ത് വീട്ടിൽ ചെന്ന് വായിക്കുക. നിങ്ങൾ അന്വേഷിക്കാൻ പാടില്ല. എന്തിനെ? ആവർത്തനം 12:30 എഴുതി വെച്ചാൽ മതി, വായിക്കണ്ട. ആവർത്തനം 12:30. നിങ്ങളെ കെണിയിൽ കൊടുക്കുന്ന കാര്യങ്ങളെ അന്വേഷിക്കരുത്. ഒരു രസത്തിന് ചെയ്യും, ഒരു സന്തോഷത്തിന് അന്വേഷിക്കും, അതിൽ കെണിയിൽ കൊടുങ്ങും. ഒരിക്കലും മോചനമില്ല. ഈ ഇടയ്ക്ക് ഒരു അമ്മ എന്ന് പറഞ്ഞു മകനെ കുറിച്ച്, മദ്യപാനം നിർത്താൻ ആഗ്രഹമുണ്ട്, അപ്പച്ചാ പ്രാർത്ഥിക്കണം. അവനൊന്ന് നിർത്തിയാൽ കൈവിറയ്ക്കുന്നു, തളർന്നു വീഴുന്നു, ഭയങ്കര പ്രശ്നമാണ്. അന്വേഷിക്കരുതാത്തത് അന്വേഷിച്ചു, കെണിയിൽ കുടുങ്ങി. ചില ബന്ധങ്ങൾ കെണിയിൽ കുടുങ്ങുന്നത് പോലെയാണ്. പിന്നീട് വിടാൻ ശ്രമിച്ചാലും സാധ്യമല്ല. നിന്നെ കെണിയിൽ കൊടുക്കുന്നത് നീ അന്വേഷിക്കരുത്. നിങ്ങൾ നല്ല ബുദ്ധിയുള്ള ചെറുപ്പക്കാരാണ്, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. നിങ്ങൾ ട്രാപ്ഡ് ആകാൻ പാടില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കരുത്.
നിങ്ങളെ അശുദ്ധരാക്കുന്നത് ഒരിക്കലും അന്വേഷിക്കരുത്. ലേവ്യ പുസ്തകം 19:31 വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. ചില കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾ അതിനാൽ മലിനപ്പെടും. മനസ്സ് മലിനപ്പെടും, ഹൃദയം മലിനപ്പെടും, ശരീരം മലിനപ്പെടും, ജീവിതം മലിനപ്പെടും. ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ഇന്റർനെറ്റിൽ കിട്ടും. അശുദ്ധരാക്കുന്നത് അന്വേഷിക്കരുത്. നിങ്ങളുടെ മനസ്സിനെയും ഹൃദയത്തെയും മലിനപ്പെടുത്തുന്നത് അന്വേഷിക്കരുത്. അതന്വേഷിച്ചാൽ പിന്നീട് നീ ദൈവത്തിന്റെ മുമ്പിൽ മലിനപ്പെട്ടവനായി തീരും. ദാനിയേൽ എല്ലാം കിട്ടുന്ന നാട്ടിൽ, എല്ലാം കിട്ടുന്ന സാഹചര്യത്തിൽ, എല്ലാം കിട്ടാവുന്ന ഒരു പ്രായത്തിൽ അവൻ തന്നെത്താൻ അശുദ്ധനാക്കുകയില്ലെന്നാണ് തീരുമാനിച്ചത്. നിങ്ങൾ എന്തന്വേഷിക്കും? നിങ്ങൾ എന്ത് തിരഞ്ഞെടുക്കും? ഞാൻ എന്നെ അശുദ്ധനാക്കുന്നൊന്നും തിരഞ്ഞെടുക്കുകയില്ല. അശുദ്ധമായതൊന്നും തുടരുത്. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളെ കൈക്കൊള്ളും. ഇനി നമ്മുടെ ജീവൻ അപഹരിക്കുന്നതിനെ അന്വേഷിക്കരുത്. ജീവൻ അപഹരിക്കുന്നത് 1 രാജാക്കന്മാർ 2:23 ഒരു രാജകുമാരൻ അവൻ ഒരു തെറ്റായ കാര്യം അന്വേഷിച്ചു. വായിച്ചാൽ മനസ്സിലാകും. ശലോമോൻ പറയാണ്, അവൻ ഈ കാര്യം ചോദിച്ചത് തന്റെ ജീവനാശത്തിനായിട്ടാണ്. ചില കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിക്കും, ഒടുവിൽ നിങ്ങളുടെ ജീവിതമേ നശിക്കും. അതന്വേഷിക്കരുത്. നിങ്ങൾ ആരെ അന്വേഷിക്കണം? ഞാൻ പെട്ടെന്ന് പറഞ്ഞു വിടുകയാണ്. നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കണം. ഏത് ദൈവത്തെ? ഇവിടെ യോശിയാവ് അന്വേഷിച്ചത് ദാവീദിന്റെ ദൈവത്തെയാണ്. എന്താണ് ഈ ദാവീദിന്റെ ദൈവം എന്ന് പറഞ്ഞാൽ, യോശിയാവ് ഇരുന്ന് ചിന്തിക്കുകയാണ്, ഞാനൊരു രാജാവാണ്, എനിക്കൊരുപാട് സമ്പത്തുണ്ട്, ഞാൻ എന്ത് പറഞ്ഞാലും ചെയ്യാൻ ആളുണ്ട്. നിങ്ങളുടെ വീട്ടിലും അങ്ങനെയാണ്. പണമുണ്ട്, അപ്പനും അമ്മയും എന്ത് പറഞ്ഞാലും ചെയ്തു തരും, സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ പിന്നെ ഇതൊന്ന് ആസ്വദിച്ച് കളയാമെന്ന് എല്ലാവരും ചിന്തിച്ചത്, ഇതൊക്കെ എനിക്ക് കിട്ടാൻ കാരണം എന്താണ്? ഇതൊക്കെ എനിക്ക് കിട്ടാൻ കാരണം എന്താണ്? ചിന്തിച്ചപ്പോൾ മനസ്സിലായി, തന്റെ പൂർവ്വപിതാവായ ദാവീദ് നല്ല പ്രായത്തിൽ തിളയ്ക്കുന്ന യൗവനത്തിൽ പാപത്തിന്റെ പിന്നാലെ പോകാതെ, ലോകത്തിന്റെ പിന്നാലെ പോകാതെ, കിന്നരം വീട്ടിക്കൊണ്ട് ദൈവത്തിന്റെ പിന്നാലെ നടന്നതുകൊണ്ട് ദൈവം തന്റെ അപ്പനെ സ്നേഹിച്ച് അവനെ രാജാവാക്കിയിട്ട് അവനോട് പറഞ്ഞു, നിന്റെ തലമുറകളെയും ഞാൻ കൈവിടുകയില്ല എന്ന് പറഞ്ഞതിന്റെ ഫലമായിട്ടാണ് അവൻ ഇന്ന് ഈ സൗഭാഗ്യങ്ങളെല്ലാം അനുഭവിക്കുന്നത്. മനസ്സിലായവർ മാത്രം ഒന്ന് കരമുയർത്തിയാട്ടെ. ഇന്ന് നീ അനുഭവിക്കുന്ന നന്മകളുടെ കാരണം എന്താണെന്ന് അറിയാമോ? നിന്റെ പൂർവ്വപിതാക്കന്മാർ ദൈവത്തെ സ്നേഹിച്ചതുകൊണ്ടും അവരെല്ലാം വെടിഞ്ഞ് കർത്താവിനെ അനുഗമിച്ചതുകൊണ്ടും അവരുടെ നല്ല പ്രായത്തിൽ അവർ കർത്താവിനെ പിൻപറ്റിയത് കൊണ്ടും ദൈവം അവരെ ഓർത്തതുകൊണ്ട് നിന്നെ മറക്കാതെ നിന്നെ ഇതുവരെ അനുഗ്രഹിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് ഈ പ്രായത്തിൽ എനിക്ക് ഇത്രയും ഉണ്ടല്ലോ, എന്നാൽ ലോകത്തെ ഒന്ന് എൻജോയ് ചെയ്യാമെന്ന് ചിന്തിക്കുന്നെങ്കിൽ നീ ദൈവത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. നമ്മൾ ഈ പ്രായമുള്ള അപ്പച്ചന്മാരെ അമ്മച്ചിമാരെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലൊരു പുച്ഛമാണ്. കിളവി ഞാൻ നടക്കുന്നത്, അവരെ ആത്മാവിലൊക്കെ നിറയും. അവർക്ക് ആ പ്രായം, ഈ പ്രായത്തിൽ ഇതൊക്കെ ചെയ്യട്ടെ. എന്റെ പ്രായം അതല്ല, തെറ്റിപ്പോയി. അവര് കർത്താവിനെ സ്നേഹിച്ചത് അവരുടെ ശരീരത്തിലെ ആരോഗ്യം പോയി അവരിങ്ങനെ കുനിഞ്ഞു നടക്കുന്ന പ്രായത്തിലല്ല അവർ ദൈവത്തെ അന്വേഷിച്ചത്. പ്രത്യേകിച്ച് നമ്മുടെ അപ്പച്ചന്മാരെ അമ്മച്ചിമാരെ അറിയാമോ? അവരുടെ യൗവനപ്രായത്തിൽ നിങ്ങളെപ്പോലെയൊന്നുമല്ല. അവർ മൊബൈലിൽ ഗെയിം കളിച്ചൊന്നും നടക്കുകയല്ല. അവർ ലോകത്തോട് പടവെട്ടുന്നവരായിരുന്നു, സാഹചര്യങ്ങളോട് മല്ലടിക്കുന്നവരായിരുന്നു, പലവിധമായ കായിക പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവരാണ്. അന്ന് അപ്പച്ചന്മാര് കളിച്ചിരുന്ന കളിയും നിങ്ങൾ കളിക്കുന്ന കളിയും നിങ്ങളിങ്ങനെ അല്ലെ ഇങ്ങനെയാണ് നിങ്ങൾ കളിക്കുന്നത്. അവരങ്ങനെയൊന്നുമല്ല കളിച്ചുകൊണ്ടിരുന്നത്. അവർ നല്ല ആരോഗ്യത്തോടെ അവർ ജോലി ചെയ്തത് നിങ്ങളെപ്പോലെ ഒരു നല്ല ചെയറിലിരുന്നു കൊണ്ട് പെടലി കുനിഞ്ഞല്ല ജോലി ചെയ്തത്. അവർ ശരീരം കൊണ്ട് അധ്വാനിച്ചവരാണ്. നല്ല ചോരത്തിളപ്പുള്ള പ്രായത്തിൽ നല്ല അധ്വാനിക്കുന്ന സമയത്ത് അവർ യേശുവിനെ പിൻപറ്റിയത്. നിങ്ങൾ കാണുന്നത് പോലെ ഈ കൂനിക്കൂടി നടക്കുന്ന പ്രായത്തിലല്ല. അപ്പച്ചന്മാരെയും അമ്മച്ചിമാരെയും കാണുമ്പോൾ ഒരു പുച്ഛം, അവര് പ്രാർത്ഥിച്ചോട്ടെ, അവരെ ആരാധിച്ചോട്ടെ, അല്ല, അവരെയാണ് ദൈവം സ്നേഹിക്കുന്നത്. കാരണം നല്ല പ്രായത്തിലാണ് അവർ കർത്താവിനെ പിൻപറ്റിയത്. കേട്ടോ, നിങ്ങൾ എനിക്ക് ഇപ്പം എനിക്ക് 51 വയസ്സായി. ഞാൻ കർത്താവിനെ പിൻപറ്റിയത് എൻ്റെ 24-ാമത്തെ വയസ്സിലാണ്. എൻ്റെ സ്വന്തം സ്ഥലം കൊച്ചിയാണ്. എനിക്കിഷ്ടം പോലെ കൂട്ടുകാരുണ്ട്. അവിടെ മതിച്ച് നടക്കാൻ വേണ്ട എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. അപ്പോഴാണ് ഞാൻ കർത്താവിനെ പിൻപറ്റിയത്. ദൈവത്തിന് സ്തോത്രം. ആ സാഹചര്യത്തിലാണ്. അപ്പോ നിങ്ങൾ ഓർക്കണം, നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന നന്മകൾക്കെല്ലാം ഒരു കാരണമുണ്ട്. ആ ദൈവത്തെ അന്വേഷിക്കണം. പറഞ്ഞ മനസ്സിലായവർ മാത്രം ഒന്ന് കരം ഉയർത്തി. നിങ്ങൾക്ക് നല്ല വീടുണ്ട്, നല്ല ചുറ്റുപാടുണ്ട്, പണമുണ്ട്, വിദ്യാഭ്യാസം കിട്ടുന്നുണ്ട്, ചോദിക്കുന്നത് തരാൻ ആളുണ്ട്. അതെല്ലാം അന്വേഷിക്കേണ്ടത് ഇതിനെല്ലാം കാരണം എൻ്റെ പിതാക്കന്മാർ ദൈവത്തെ സ്നേഹിച്ചത് കൊണ്ടല്ലേ? കർത്താവിൻ്റെ വിശ്വസ്തതയല്ലേ? നിങ്ങൾക്ക് നന്ദിയുണ്ടോ? അല്ലെങ്കിൽ കിട്ടുന്നത് മുതലാക്കാം, കിട്ടുന്നത് ആസ്വദിക്കാം എന്നാണോ കരുതുന്നത്? ജീവിതം നശിച്ചു പോകും. യോശിയാവ് അതല്ലേ ചെയ്തത്? അവൻ തന്റെ പിതാവിന്റെ ദൈവത്തെയാണ് അന്വേഷിച്ചത്. നമുക്ക് ദൈവത്തെ അന്വേഷിക്കാം. കർത്താവേ, ഇത്രത്തോളം എന്നെ കൊണ്ടുവരുവാൻ ഞാനാണ്. ഈ യോശിയാവ് പറയും, ഞാനൊരു രാജാവാകേണ്ടതൊന്നും ആയിരുന്നില്ല,
ഞാനൊരു രാജകുമാരനാകേണ്ടതായിരുന്നില്ല. ഈ പണവും പ്രതാപവും എനിക്ക് കിട്ടേണ്ടതൊന്നുമില്ല. എനിക്കതിനൊരു യോഗ്യതയുമില്ല. എന്റെ അപ്പൻ ദൈവത്തെ അന്വേഷിച്ചത് കൊണ്ട് മാത്രമാണ് എനിക്കിത് കിട്ടിയത്. കണ്ണടച്ചാട്ടെ, എല്ലാവരും ഒന്ന് കണ്ണടച്ചാട്ടെ. നിങ്ങൾ പറയണം, എന്റെ അപ്പൻ ദൈവത്തെ സ്നേഹിച്ചത് കൊണ്ട്, എന്റെ പൂർവ്വപിതാക്കന്മാർ ദൈവത്തെ സ്നേഹിച്ചത് കൊണ്ട് അർഹതയില്ലാത്ത നന്മ ഞാൻ അനുഭവിക്കുന്നു. ഞാൻ അതിന് അർഹനാണെന്ന് തെളിയിക്കും. നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഞാൻ അതിന് അർഹനാണെന്ന് തെളിയിക്കും. ദൈവം എനിക്ക് തരുന്ന നന്മകൾക്ക് ഞാൻ യോഗ്യനാണെന്ന് ഞാൻ തെളിയിക്കും. ദൈവത്തെ അന്വേഷിക്കാം. ഒരു നിമിഷം പറഞ്ഞാട്ടെ, കർത്താവേ, ഇന്ന് എനിക്ക് തന്ന നന്മകൾ, എനിക്ക് തന്ന വീട്, എനിക്ക് തന്ന വാഹനം, എൻ്റെ കയ്യിലുള്ള മൊബൈൽ, എൻ്റെ വീട്ടിലുള്ള പണം, എൻ്റെ മാതാപിതാക്കൾ എനിക്ക് വേണ്ടി സമ്പാദിക്കുന്നത്, കർത്താവേ, ഇതിനൊന്നും ഞാൻ യോഗ്യനല്ല. കർത്താവേ, ഇതെല്ലാം വെച്ചുകൊണ്ട് ഞാൻ ലോകത്തെ അന്വേഷിക്കില്ല, പാപത്തെ ഞാൻ അന്വേഷിക്കില്ല. ഞാൻ കർത്താവിനെ അന്വേഷിക്കും. പാപത്തെ സ്നേഹിപ്പാ ഞാനിനി പോകുമോ? പാപത്തെ സ്നേഹിപ്പാ ഞാനിനി പോകുമോ? മതി. സമയച്ചുരുക്കത്താൽ അന്വേഷിക്കുക എന്ന് പറയുന്നത്, നിങ്ങൾ എനിക്ക് ദൈവത്തെ അന്വേഷിക്കുന്നത് എന്താ? ശരിക്കും പറഞ്ഞു വിടാം. ദൈവത്തെ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം അന്വേഷിക്കുക. എല്ലാവരും ശ്രദ്ധിക്കുക, ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ ചില കാര്യങ്ങൾ അന്വേഷിക്കുന്നത് എന്താണെന്ന് അറിയാനാണ്. ഇപ്പൊ ഗൂഗിളിൽ സെർച്ച് ചെയ്യാറുണ്ടല്ലോ, എന്താണെന്ന് അറിയാനാണ്. എല്ലാവരും ശ്രദ്ധിക്കുക മക്കളെ, ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ അവിടെ നോക്കരുത്, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. അവർ പ്രസംഗിക്കുമ്പോൾ അവരെ നോക്കണം, ഞാൻ പ്രസംഗിക്കുമ്പോൾ എന്നെ നോക്കണം. അപ്പോൾ അന്വേഷിക്കുക, അറിയാൻ വേണ്ടിയാണ്. അറിയാൻ ആരാണ് ഈ ദൈവം? ഈ ദൈവത്തെ അറിയണം. ഈ ദൈവത്തെ അറിയണം. ദാവീദിന്റെ ദൈവം ആരാണ്? അപ്പോൾ ദാവീദിന്റെ ദൈവം ആരാ? എന്റെ അപ്പനും അമ്മയും ഇത്രയും തീഷ്ണതയോടെ ദൈവത്തെ പിൻപറ്റുന്നല്ലോ. ആരാണ് ഈ ദൈവം? എന്താണ് അവന്റെ സ്വഭാവം? ദാവീദിനോട് ചോദിച്ചാൽ ദാവീദ് ഇങ്ങനെ പറയും, ഓ ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദ ലോർഡ് ഈസ് ഗുഡ്. ദാവീദേ, നിന്റെ ദൈവം ആരാണ്? എന്റെ ദൈവം നല്ലവനാണ്. എന്റെ ദൈവം നല്ലവനാണ്. എന്റെ കർത്താവിനെ പോലെ നല്ല ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അതാണ് ദാവീദിന്റെ ദൈവം. യോശിയാവിന് മനസ്സിലായി, ദൈവം നല്ലവനാണ്, ദൈവം നല്ലവനാണ്, കരുണയുള്ളവനാണ്. ഞാൻ സമയച്ചുരുക്കത്താൽ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു വിടുകയാ. യഹോവ നല്ലവൻ, യഹോവ നല്ല ഇടയൻ, യഹോവ നല്ല ഗുരു, യഹോവ നല്ല രക്ഷകൻ. അവൻ നല്ലവനാ. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയണം. ഇന്ന് ആളുകൾ ലഹരിക്ക് അടിമപ്പെടുന്നത് എങ്ങനെയാണ്? ഇവിടെ നോക്ക് മക്കളെ, ഇവിടെ നോക്ക്. ഒരാൾ എഴുന്നേറ്റ് പോയി അങ്ങോട്ട് നോക്കരുത്. അതല്ല അന്വേഷിക്കേണ്ടത്. ആളുകൾ ഞാനൊന്ന് വലിച്ചു നോക്കി കേട്ടോ, കൊള്ളാം, നല്ലതാ കേട്ടോ. ആണോ? നല്ലതാണോ? ഒന്ന് നോക്കട്ടെ. നല്ലത് അല്ല, നമ്മൾ കർത്താവിനെയാണ് ഇതുപോലെ അന്വേഷിക്കേണ്ടത്. നിങ്ങൾ കൂട്ടുകാരോട് പറയണം, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ. ഞങ്ങൾ അനുഭവിച്ചതാണ്. യേശു നല്ലവനാണെന്ന് ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞു. ദാവീദിന്റെ ദൈവം ആരാണ്? നല്ലവനാണ്, കരുണയുള്ളവനാണ്. ഏഴയായിരുന്നിട്ടും കൈവിടാതെ എടുത്തുയർത്തി മഹാനാക്കിയവനാണ്, കരുണയുള്ളവനാണ്. ദാവീദിന്റെ ദൈവം ആരാണ്? പാപം ക്ഷമിക്കുന്നവനാണ്. ദാവീദിന്റെ ദൈവം ആരാണ്? പാപങ്ങളെ ക്ഷമിക്കുന്നവനാണ്. ഈ ദൈവത്തെ അറിയണം. അതിനാണ് അന്വേഷിക്കേണ്ടത്. നിങ്ങൾ ദൈവത്തെ അറിയണം, ദൈവത്തെ അന്വേഷിക്കണം, കർത്താവിന്റെ സ്നേഹത്തെ അറിയണം. ബൈബിളിൽ സക്കായി എന്നൊരുത്തനുണ്ട്. അവനൊരിക്കൽ യേശുവിനെ കാണണം. യേശു എങ്ങനെയുള്ളവനാണെന്ന് അറിയാനാണ് അവൻ അന്വേഷിച്ചത്. സക്കായി ഒരു മരത്തിൽ കയറി, ശരിക്കും വിടുകയാണ്. സക്കായി മരത്തിൽ കയറി. യേശു അവിടെ വന്നു. സക്കായി ഇറങ്ങി വാ, ഞാൻ നിന്റെ വീട്ടിൽ പാർക്കണം. കണ്ടവർക്ക് മനസ്സിലായി യേശു എങ്ങനെയുള്ളവനാണ്. യേശു പാപിയെ സ്നേഹിക്കുന്നവനാണെന്ന് അറിഞ്ഞു. നിങ്ങളും അറിയണം, യേശു പാപിയെ സ്നേഹിക്കുന്നവനാണ്. എനിക്കറിയാം യേശു പാപിയെ സ്നേഹിക്കുന്നവനാണെന്ന്. എനിക്കെങ്ങനെ അറിയാം? ഞാൻ ബൈബിളിൽ വായിച്ചിട്ടുണ്ടല്ലേ? അല്ല, എനിക്ക് യേശു പാപിയെ സ്നേഹിക്കുന്നവനാണെന്ന് ഞാൻ അറിഞ്ഞത് ബൈബിളിൽ വായിച്ചിട്ടല്ല കേട്ടോ. എന്നെ സ്നേഹിച്ചത് കൊണ്ടാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ അറിഞ്ഞവർ മാത്രം അറിയാൻ ഇഷ്ടപ്പെടുന്നവന് കരമുയർത്തി. യേശു പാപിയെ സ്നേഹിക്കുന്നവനാണ്. എങ്ങനെ അറിയാം? എന്നെ സ്നേഹിച്ചല്ലോ. എന്നേക്കാൾ മോശപ്പെട്ട ഒരു പാപിയൊന്നുമില്ല. എന്നെ സ്നേഹിച്ചില്ലേ? പൗലോസ് പറയുന്നത് പോലെ എന്നെ സ്നേഹിച്ചു. പാപികളിൽ ഒന്നാമനാണ് ഞാൻ, എന്നെ സ്നേഹിച്ചു. കണ്ടവർക്ക് മനസ്സിലായി ഇവൻ പാപിയെ സ്നേഹിക്കുന്നവനാണ്. സക്കായിക്ക് യേശുവിനെ കുറിച്ച് മനസ്സിലായി. അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നവനും ദുഷ്ടതയെ ദ്വേഷിക്കുന്നവനുമാണെന്ന് മനസ്സിലായി. അതാണ് സക്കായിയുടെ അറിവ്. അതുകൊണ്ട് അവൻ പറഞ്ഞു, ഞാൻ വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് തിരിച്ചു കൊടുക്കും. ഇപ്പോൾ സക്കായിക്ക് 1 കോടി സ്വത്തുണ്ടെന്നിരിക്കട്ടെ. അതിൽ അവന് ആളുകളെ പറ്റിച്ച് ഉണ്ടാക്കിയത് 25 കോടി അവൻ ആളുകളെ പറ്റിച്ചുണ്ടാക്കിയതാണ്. അവന് 10 കോടി സ്വത്തുണ്ടെന്നിരിക്കട്ടെ. 10 കോടി സ്വത്ത്. അതിൽ 2 കോടി, സോറി എന്നെ കണക്ക് തെറ്റിപ്പോയി. 10 കോടി സ്വത്ത് 2 കോടി ആളുകളെ പറ്റിച്ചുണ്ടാക്കിയതാണ്. അവനെന്ത് ചെയ്യും? 2 × 4 8 കോടി തിരിച്ചു കൊടുക്കും.
ബാക്കി എത്ര ഉണ്ട് അവന്? ബാക്കി 2 കോടി. എൻ്റെ വസ്തുവകയിൽ പകുതി ദരിദ്രർക്ക് കൊടുക്കുന്നു. ബാക്കി എത്രയുണ്ട്? 1 ഉള്ളൂ. യഹോവ നീതിയെ ഇഷ്ടപ്പെടുന്നു, ദുഷ്ടതയെ പാപിയെ സ്നേഹിക്കുന്നവനാണെന്ന് ലോകർക്ക് മനസ്സിലായി. പാപത്തെ വെറുക്കുന്നവനാണെന്ന് സക്കായിക്ക് മനസ്സിലായി. അവൻ പാപത്തെ ഉപേക്ഷിച്ചു. നമുക്കെന്ത് മനസ്സിലായി? നമുക്ക് മനസ്സിലായത് യേശു രൂപാന്തരം വരുത്തുന്നവനാണെന്ന്. എന്ത് മനസ്സിലായി? യേശു ജീവിതത്തെ മാറ്റുന്നവനാണ്. ഇന്ന് ഈ മീറ്റിംഗ് നടത്തുന്നതിനാണ്. അപ്പച്ചന്മാരും ഞങ്ങളും സ്വർഗവും നിങ്ങളും നിങ്ങളുടെ മാതാപിതാക്കളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. അതൊരു മാറ്റമാണ്, അതൊരു രൂപാന്തരമാണ്. നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിലെ മാറ്റമാണ്. അതാണ് ആഗ്രഹിക്കുന്നത്. മാറ്റാൻ കഴിയും. എന്നെ മാറ്റാൻ യേശുവിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്തിയാട്ടെ. എൻ്റെ സ്വഭാവം മാറ്റാൻ യേശുവിന് കഴിയും. എൻ്റെ പിന്മാറ്റം മാറ്റാൻ യേശുവിന് കഴിയും. എൻ്റെ ബലഹീനതകളെ മാറ്റുവാൻ കഴിയും. എൻ്റെ ഇരുട്ടിനെ വെളിച്ചമാക്കാൻ യേശുവിന് കഴിയും. പച്ചവെള്ളം പോലെ തന്റെ ജീവിതത്തെ മാധുര്യമേറിയ മുന്തിരിച്ചാറാക്കി മാറ്റുവാൻ യേശുവിന് കഴിയും. വിശ്വസിക്കുന്നവർ കരമുയർത്തി പറഞ്ഞാട്ടെ, അതേ യേശുവിന് കഴിയും. വായ തുറന്ന് പറഞ്ഞാട്ടെ, വായ തുറന്ന് പറയുക, എന്നെ മാറ്റുവാൻ യേശുവിന് കഴിയും. എന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ യേശുവിന് കഴിയും. വായ തുറന്ന് പറയണം. മാതാപിതാക്കൾ പറയുക, എന്റെ മകൻ കടിച്ചു കീർന്ന ചെന്നായാണെങ്കിൽ അവനെ യഹോവയ്ക്ക് പ്രിയനാക്കി മാറ്റാൻ എന്റെ യേശുവിന് കഴിയും. ഒരു സൺഡേ സ്കൂൾ അധ്യാപിക പരാതി പറഞ്ഞു, താൻ പഠിപ്പിക്കുന്ന കുട്ടികൾ ഇത്രയും അവരിങ്ങനെ തലതെറിച്ച പിള്ളേരെ കണ്ടിട്ടില്ല. നിരാശ തോന്നി. ഒരിക്കലും അവരൊരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ ഭയങ്കര മഴ പെയ്യുന്നു. ഈ മഴയത്ത് തന്റെ സൺഡേ സ്കൂൾ കുട്ടികൾ നനഞ്ഞുല്ലസിക്കുന്നു. താൻ നോക്കിയപ്പോൾ ഇവരുടെ എല്ലാം ദേഹത്തൊരു വിലപ്പെട്ട രത്നമുണ്ട്. ടീച്ചർ തന്റെ ആ പരാതി പെറുപെറുപ്പ് കളഞ്ഞു. ദൈവത്തോട് ക്ഷമ ചോദിച്ചു. താൻ കണ്ടു നിൽക്കെ തലതെറിച്ചതെന്ന് താൻ വിധി എഴുതിയ കുട്ടികളെല്ലാം പിന്നീട് കർത്താവിന്റെ വേലയ്ക്ക് വന്നു. കഥ അവിടെ തീരുന്നില്ല. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അവരും സുവിശേഷ വേലയ്ക്ക് വന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങളെ ഒന്നും വരണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ആരും കർത്താവിന്റെ വേലയ്ക്ക് വരണ്ട. കാരണം അത് ശ്രേഷ്ഠമായ അനുഭവമാണ്. കർത്താവിനെ സ്നേഹിച്ച് കർത്താവ് നിങ്ങളെ വിളിച്ചാൽ നിങ്ങൾക്ക് നിരസിക്കാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം. എനിക്കത് സാധിച്ചില്ല. നിങ്ങളെ വിളിച്ചാൽ നിരസിക്കാൻ പറ്റത്തില്ല. ജീവിതം മാറ്റുന്നവനാണ്. ദൈവത്തിന് സ്തോത്രം. അടുത്തതായിട്ട് യേശുവിനെ അന്വേഷിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? സ്നേഹിക്കാൻ. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, സ്നേഹിക്കാൻ. അധികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും. എന്തിന്? എനിക്ക് സ്നേഹിക്കാൻ യേശു മതി. നിങ്ങൾ സ്നേഹിക്കാൻ പലതും അന്വേഷിക്കും. ഞാൻ പെട്ടെന്ന് പറഞ്ഞുവിടുകയാണ്, ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കും. അടുത്തതായിട്ട് എന്തിനാണ് യേശുവിനെ അന്വേഷിക്കുന്നത്? ആശ്രയിക്കാൻ. ഈ ദുഷ്ടലോകത്തിൽ ആശ്രയിക്കാൻ ഞാൻ യേശുവിനെ അന്വേഷിക്കും. കഷ്ടദിവസത്തിൽ 77-ാം സങ്കീർത്തനം 2-ാം വാക്യം കഷ്ടദിവസത്തിൽ വായിക്കണമെന്നില്ല. കഷ്ടദിവസത്തിൽ ഞാൻ അന്വേഷിച്ചു. നിങ്ങൾക്കൊരു പ്രതികൂലം വരുമ്പോൾ, നിങ്ങൾക്കൊരു പ്രയാസം വരുമ്പോൾ, നിങ്ങളൊരു പ്രതിസന്ധിയിൽ കൂടെ പോകുമ്പോൾ, നിങ്ങൾക്ക് യുദ്ധം നേരിടുമ്പോൾ നിങ്ങൾ യേശുവിനെ അന്വേഷിക്ക്, അവനിൽ ആശ്രയിക്ക്. അവൻ നിങ്ങളെ ജയാളിയാക്കി മാറ്റും. എന്തിനാണ് യേശുവിനെ അന്വേഷിക്കുന്നത്? അവനെ അറിയാൻ. എന്തിനാണ് യേശുവിനെ അന്വേഷിക്കുന്നത്? അവനെ സ്നേഹിക്കാൻ, അവനോടുകൂടെ ഇരിക്കാൻ, അവന് വേണ്ടി ജീവിതം കൊടുക്കാൻ. എന്തിനാണ് യേശുവിനെ അന്വേഷിക്കുന്നത്? എനിക്ക് ആശ്രയിക്കാൻ. എൻ്റെ കഷ്ടങ്ങളിൽ, എൻ്റെ പ്രതികൂലങ്ങളിൽ, എൻ്റെ പോരാട്ടങ്ങളിൽ ഞാൻ തല കുഴഞ്ഞ് ഞാനിങ്ങനെ ചിന്താകുഴപ്പത്തിൽ ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതിരിക്കുമ്പോൾ ഞാൻ അവനിൽ ആശ്രയിക്കും. ഞാൻ ഭയപ്പെടുന്ന നാളിൽ ഞാൻ അവനിൽ ആശ്രയിക്കും. ഞാൻ അതിനുവേണ്ടി അവനെ അന്വേഷിക്കും. യോശിയാവ് അടുത്തതായിട്ട് തിരഞ്ഞെടുത്തത് എന്തിനാണെന്നറിയാമോ? അവൻ ദൈവത്തിന്റെ ആലയത്തെ സ്നേഹിക്കുന്നത് തിരഞ്ഞെടുത്തു. 1, നല്ല മാതൃക തിരഞ്ഞെടുത്തു. 2, അവൻ പിതാവായ ദാവീദിന്റെ ദൈവത്തെ തിരഞ്ഞെടുത്തു. 3, അവൻ ദൈവത്തെ, എൻ്റെ ആലയത്തെ സ്നേഹിക്കുന്നത് അവൻ തിരഞ്ഞെടുത്തു. 2 ദിനവൃത്താന്തം അവിടെയുണ്ട്. അവൻ ആലയത്തെ വെടിപ്പാക്കാൻ തുടങ്ങി. അവൻ ആലയത്തെ വെടിപ്പാക്കി. ആലയത്തിന്റെ അറ്റകുറ്റം തീർത്തു. ആലയത്തെ അവൻ സ്നേഹിച്ചു. അവൻ ആലയത്തിലുള്ള അശുദ്ധികളെല്ലാം മാറ്റി. ഇതെന്താണെന്നറിയാമോ? ആലയമെന്ന് പറഞ്ഞാൽ ദൈവസഭയാണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ ചിലർ പറയും, എനിക്ക് യേശുവിനെ ഇഷ്ടമാണ്, പക്ഷെ ഈ സഭ എനിക്ക് ഇഷ്ടമല്ല. പ്രത്യേകിച്ച് പെൺകുട്ടികൾ പറയും, കല്യാണമാകുമ്പോൾ ഒരു നല്ല സാരി പോലും ഉടുക്കാൻ സമ്മതിക്കാത്ത ഒരു സഭ. ആൺകുട്ടികൾ പറയും, നേരെ ചൊവ്വേ ഒന്ന് എൻജോയ് ചെയ്യാൻ അനുവദിക്കാത്ത സഭ. സഭയെ ഇഷ്ടമല്ല. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, യേശു സഭയെയാണ് സ്നേഹിക്കുന്നത്. യേശു സ്നേഹിക്കുന്ന സഭയെ നീ സ്നേഹിക്കാത്തിടത്തോളം യേശു നിന്നെ സ്നേഹിക്കില്ല. ചെറുപ്പക്കാർക്ക് ഇന്നത്തെ ഒരു പ്രത്യേകതയാണ്, അവർ സഭയെ സ്നേഹിക്കില്ല, കൂട്ടായ്മയെ സ്നേഹിക്കില്ല, ആരാധനയെ സ്നേഹിക്കില്ല. യേശു ജീവൻ കൊടുത്തത് സഭയ്ക്ക് വേണ്ടിയാണ്. അത് ദൈവത്തിന്റെ വീടാണ്. യേശു സഭയെ സ്നേഹിച്ചതുപോലെ, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നാമും സഭയെ സ്നേഹിക്കണം. ഈ സഭയാണ് നമ്മുടെ വീട്. ദാവീദ് പറയുന്നു, സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം,
ദുഷ്ടന്മാരുടെ കൂടാരം, കൂട്ടുകെട്ടുകൾ, കൂട്ടായ്മകൾ, തെറ്റായ ഫ്രണ്ട്ഷിപ്പുകൾ, അതിനേക്കാൾ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു ദിവസം വേറെ 1000 ദിവസങ്ങളെക്കാൾ എനിക്ക് ഉത്തമമാണ്. സഭയെ നിങ്ങൾ സ്നേഹിക്കണം, അതിനെ തിരഞ്ഞെടുക്കണം. സമയം കിട്ടുമ്പോൾ ദൈവത്തിന്റെ ആലയത്തിൽ ചെല്ലണം. അവിടെ നിങ്ങളാലാകുന്ന ജോലികൾ ചെയ്യണം. അവിടെ നിങ്ങൾ അധ്വാനിക്കണം. സഭയെ സ്നേഹിക്കാൻ തിരഞ്ഞെടുക്കണം, തീരുമാനിക്കണം. ഞാൻ ദൈവസഭയെ സ്നേഹിക്കും, കൂട്ടായ്മയെ സ്നേഹിക്കും. ദൈവത്തിന്റെ വീടാണത്. ഇന്ന് ദൈവത്തിന്റെ വീടായ സഭയെ നിങ്ങൾ സ്നേഹിച്ചില്ലെങ്കിൽ നാളെ ദൈവത്തിന്റെ നിത്യവീട്ടിൽ നിങ്ങൾ കാണപ്പെടുകയില്ല. ദൈവത്തിന്റെ ആലയം എത്ര മനോഹരം! ഇവിടെ യോശിയാവ് ആലയത്തിന്റെ അറ്റകുറ്റം തീർത്തെന്ന് പറഞ്ഞാൽ സഭയെക്കുറിച്ചുള്ള നിങ്ങളുടെ വികലമായ ധാരണകൾ, സഭയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ, സഭയെക്കുറിച്ച് നിങ്ങൾ പറയുന്ന കുറ്റങ്ങളൊക്കെ മാറ്റിവെക്കണം. എന്നിട്ട് പറയണം, യേശു സഭയെ സ്നേഹിച്ചു. എന്നോട് പലരും പറയാറുണ്ട്, TPM അങ്ങനെയുണ്ട്, TPM ഇങ്ങനെയുണ്ട്. ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണ്, നിങ്ങളെക്കാളും എനിക്കറിയാം. പക്ഷെ ഇത് യേശു സ്നേഹിച്ച സഭയാണ്, ഇത് യേശു തെരഞ്ഞെടുത്ത സഭയാണ്. യേശു എന്നെ കൊണ്ടുവന്നത് ഈ സഭയിലാണ്. ഞാൻ പള്ളിക്കാരനായിരുന്നു, കർത്താവിനെ കൊണ്ടുവന്ന് ഈ സഭയിലാണ്. ഈ സഭയിൽ ഇനി എന്തെല്ലാം കുറ്റമുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞാലും യേശു ഈ സഭയ്ക്ക് വേണ്ടി ജീവനെ കൊടുത്തത് കൊണ്ട് ഈ സഭയാണ് എൻ്റെ ജീവൻ. ഇതിനെ സ്നേഹിക്കും. നിങ്ങളത് തിരഞ്ഞെടുക്കണം. നിങ്ങളുടെ എല്ലാവരും സഭയെ സ്നേഹിക്കാൻ തീരുമാനിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞു പെട്ടെന്ന് വിടുകയാണ്. അടുത്തതായിട്ട് വചനത്തെ സ്നേഹിക്കുന്നത് തിരഞ്ഞെടുത്തു. 1 രാജാക്കന്മാർ 22:19 വചനത്തെ സ്നേഹിക്കുന്നത് തിരഞ്ഞെടുത്തു. ദൈവത്തെ സ്നേഹിക്കുന്നെന്ന് പറയുന്നവൻ സഭയെ സ്നേഹിക്കണം. ദൈവത്തെ സ്നേഹിക്കുന്നവൻ എന്താണ് അന്വേഷിക്കേണ്ടത്? ഇതിലൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, തനിക്ക് വിരോധമായുള്ള ദൈവത്തിന്റെ വചനങ്ങളെ കേട്ടപ്പോൾ അവന്റെ ഹൃദയം അലിഞ്ഞു. നിങ്ങളൊരു സഭായോഗത്തിന് വരികയാണ്, നിങ്ങൾക്കെതിരായിട്ട് ഞാൻ എന്തെങ്കിലും നിങ്ങളെ ശാസിച്ചു, നിങ്ങളുടെ ഹൃദയം കഠിനപ്പെടും, നിങ്ങൾ പിറുപിറുക്കും. എന്നെ അപ്പച്ചൻ ഇങ്ങനെ പറഞ്ഞെന്ന് പറയും. എന്നാൽ അങ്ങനെയല്ല. ഇവന്റെ ഹൃദയം അലിയാൻ കാരണം എന്താണ്? ഒന്ന്, ചൂടത്ത് ഉരുകുന്ന ഒരു വസ്തു. ഇപ്പോൾ ഞാൻ ശാസിക്കുന്നു, ഞാൻ എൻ്റെ പിള്ളേരെ കഠിനമായിട്ട് വഴക്ക് പറയും. എൻ്റെ കുട്ടികൾ ഇവിടെ ഇരിപ്പുണ്ട്, നല്ലപോലെ വഴക്ക് പറയും. അവരുടെ ഹൃദയം അതൊരു കളിമണ്ണാണെങ്കിൽ അത് കട്ടിയാകും, അതൊരു മഞ്ഞാണെങ്കിൽ അത് ഉരുകും. എന്താണ് കാരണം? ഈ ശാസനയിൽ ഒരു ചൂടുണ്ട്. ആ ചൂടെന്താണ്? ദൈവസ്നേഹത്തിന്റെ ചൂടാണത്. ആ ദൈവസ്നേഹത്തിന്റെ ചൂടേൽക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയമാകുന്ന മഞ്ഞുരുകണം. അപ്പച്ചൻ എന്നെ ഒരിക്കൽ ഒരു ഉപദേശം എന്ന് പറഞ്ഞു, ഇങ്ങനെ മാനവദനായി നിൽക്കുന്നു. ഞാൻ ചോദിച്ചാൽ എന്തുവാ? അപ്പച്ചൻ വഴക്ക് പറഞ്ഞു. ഞാൻ പറയടാ, അപ്പച്ചൻ വഴക്ക് പറഞ്ഞു, അപ്പച്ചനല്ലേ വഴക്ക് പറഞ്ഞത്, നമുക്കതിന് യോഗ്യതയുണ്ടോ? അപ്പച്ചന്റെ വഴക്ക് കേൾക്കാൻ യോഗ്യതയുണ്ടോ? നമുക്ക് യോഗ്യതയില്ല. നടത്തിപ്പുകാർ നിങ്ങളെ ശാസിക്കുമ്പോൾ ആ ശാസന ഒരു ചൂടാണ്, അത് സ്നേഹത്തിന്റെ ചൂടാണ്. അപ്പോൾ നിന്റെ ഹൃദയം അലിയണം. ഞാൻ തിരുത്തിക്കൊള്ളാം, ഞാൻ നന്നായിക്കൊള്ളാം, എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണെന്ന് പറയണം. അതാണ് വചനത്തെ സ്നേഹിക്കുന്നത് തിരഞ്ഞെടുത്തു. 2, അവന്റെ ഹൃദയം അലിഞ്ഞെന്ന് പറഞ്ഞാൽ വരുവാനുള്ള ലോകത്തിന്റെ ശിക്ഷാവിധി ഓർത്തവൻ കരഞ്ഞു. നിങ്ങൾ എന്ത് തിരഞ്ഞെടുക്കും? ചെറുപ്പക്കാർ ഇന്ന് തൊട്ട് തീരുമാനിക്കണം, എന്റെ ചുറ്റിലുമുള്ള ലോകം നാശത്തിലേക്കും ന്യായവിധിയിലേക്കും പോകുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടി കരയാൻ തീരുമാനിക്കുന്നു. നിങ്ങൾ കരയണം, കരങ്ങൾ ഉയർത്തിയാട്ടെ. യവനക്കാർ ദൈവത്തെ അന്വേഷിക്കണം, രാത്രികാലങ്ങളിൽ അന്വേഷിക്കണം. കർത്താവേ, എന്റെ കൂട്ടുകാർ ന്യായവിധിയിലേക്ക് പോകുന്നു, എന്റെ നാട്ടുകാർ ന്യായവിധിയിലേക്ക് പോകുന്നു, എന്റെ ചാർച്ചക്കാർ ന്യായവിധിയിലേക്ക് പോകുന്നു. ഞാൻ അങ്ങയെ അന്വേഷിക്കും കർത്താവേ, അവരെ ശിക്ഷാവിധിയിൽ നിന്ന് വിടുവിക്കണം. നിങ്ങളത് ദൈവത്തിന് സ്തോത്രം. അടുത്തതായിട്ട് അവൻ അന്വേഷിച്ചത് 1 രാജാക്കന്മാർ 23:4 അവൻ ദൈവത്തിന്റെ വിശുദ്ധിയെ അന്വേഷിച്ചു. ദൈവത്തിന്റെ വിശുദ്ധി അന്വേഷിച്ചു. നമ്മൾ അന്വേഷിക്കേണ്ട ഒന്നുണ്ട്. അവൻ നോക്കിയപ്പോൾ ആ നാട് മുഴുവൻ അശുദ്ധി, അവൻ നോക്കിയപ്പോൾ ആ നാട് മുഴുവൻ മ്ലേച്ഛതകൾ, അവൻ നോക്കിയപ്പോൾ ആ നാട് മുഴുവൻ വൃത്തികേട്. ഇവനൊരു തീരുമാനമെടുത്തു, ഞാൻ ദൈവത്തിന്റെ വചനം അനുസരിക്കും. അവൻ തൻ്റെ കൂടെയുള്ള എല്ലാവരെ കൊണ്ട് സത്യം ചെയ്യിച്ചു. ആ ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചാൽ മതി. തൻ്റെ കൂടെയുള്ളവരെല്ലാവരോടും പറഞ്ഞു, ന്യായവിധി വരും, നമ്മൾ മാനസാന്തരപ്പെടണം. ന്യായവിധി വരും, നാം ദൈവത്തെ അനുസരിക്കണം. ന്യായവിധി വരും, നാം അശുദ്ധികളെ മാറ്റണം. നിങ്ങൾ കൂട്ടുകാരോട് പറയണം, ന്യായവിധി വരും, ദൈവത്തെ അന്വേഷിക്കണം. ന്യായവിധി വരും, വചനത്തെ അനുസരിക്കണം. ന്യായവിധി വരും, നമുക്ക് അശുദ്ധിയെ ഉപേക്ഷിക്കണം. ന്യായവിധി വരും, ജീവിതത്തെ വെടിപ്പാക്കണമെന്ന് പറയണം. ദൈവത്തെ അന്വേഷിക്കണം. ഇതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അശുദ്ധിയെ തിരഞ്ഞെടുക്കരുത്, അശുദ്ധികളെ നീക്കാൻ തീരുമാനിക്കണം. അവൻ ആ നാട് മുഴുവൻ നടന്നു, അശുദ്ധികളെല്ലാം നീക്കിക്കൊണ്ടേയിരുന്നു. കണ്ട എല്ലാ മലിനതകളെയും നമുക്ക് നമ്മുടെ ജീവിതത്തെ വെടിപ്പാക്കിക്കൊണ്ടിരിക്കാം. യൗവനക്കാരെ, ലോകത്തിന്റെ മാലിന്യം വിട്ടോടുവി. നമുക്ക് ഒരു തീരുമാനമെടുക്കാം. കർത്താവേ, ഞാൻ അങ്ങയുടെ വിശുദ്ധിയെ സ്നേഹിക്കും. ഞാൻ എപ്പോഴും പറയും, കർത്താവിന്റെ വരവിൽ പോകാനുള്ള യോഗ്യത വിശുദ്ധൻ എന്നുള്ളതല്ല. കർത്താവിന്റെ വരവിൽ പോകാനുള്ള ഒരേ ഒരു യോഗ്യത പോകാനുള്ള ആഗ്രഹം മാത്രമാണ്.
നിങ്ങളുടെ ജീവിതത്തിൽ ജയം പ്രാപിക്കാനുള്ള ഒരേ ഒരു ആവശ്യമെന്ന് പറയുന്നത് ജയം പ്രാപിക്കണമെന്നുള്ള ഒരൊറ്റ ആഗ്രഹം മാത്രമാണ്. കർത്താവിന്റെ വരവിൽ ആർ പോകും? വിശുദ്ധൻ പോകുമെന്ന് പറയുന്നതിനേക്കാൾ വിശുദ്ധനാകാൻ ആഗ്രഹിച്ചവരെയെല്ലാം കർത്താവ് വിശുദ്ധീകരിച്ച് കൊണ്ടുപോകും. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഒരു ജയജീവിതം നയിക്കാൻ ആഗ്രഹമുള്ളവർ മാത്രം കരമുയർത്തിയാട്ടെ. ഒരു സംശയവും വേണ്ട, നീ ജയാളിയാകും. ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹമുള്ളവർ കരമിങ്ങനെ 90 ഡിഗ്രിയിലൊന്ന് ഉയർത്തിയാട്ടെ. നീ ആഗ്രഹിച്ചാൽ അവൻ നിന്നെ വിശുദ്ധനാക്കും. നീ അവന്റെ വിശുദ്ധിയെ സ്നേഹിക്കണം. പവിത്ര, നിർദോഷ, നിർമ്മലൻ, പാപികളോട് വേർവിട്ട കർത്താവേ, ഞാൻ അങ്ങയുടെ വിശുദ്ധിയെ സ്നേഹിക്കുന്നു, എനിക്ക് വിശുദ്ധനാകണമെന്ന് നിങ്ങൾ പറയുക. തീർച്ചയായിട്ടും കർത്താവ് അത് ചെയ്യും. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ്, അവനത് ചെയ്യും. യൗവനക്കാരുടെ വലിയ പ്രശ്നം അതാണ്, എന്നെ കൊണ്ട് കഴിയുന്നില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കെ ഒരു നാളിൽ നിറവേറും. ദൈവം തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം സാധിപ്പിക്കും. സംശയം വേണ്ട. വിശുദ്ധിയെ നിങ്ങൾ സ്നേഹിക്കണം. അതാണ് അവൻ ശുദ്ധീകരണത്തെ സ്നേഹിച്ചു. അവൻ മലിനതകളെല്ലാം നീക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ മലിനതകൾ നീക്കിയപ്പോഴാണ് പുസ്തക ചുരുളിൽ അവനെക്കുറിച്ച് എഴുതപ്പെട്ട കാര്യം അവിടെ നിറവേറി. നിങ്ങളെക്കുറിച്ച് പുസ്തക ചുരുളിൽ എഴുതപ്പെട്ടിട്ടുണ്ട്, അത് നിറവേറണം. നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ മനസ്സിൽ മഹത്തായ പദ്ധതിയുണ്ട്, അത് നിറവേറ്റാനാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഇതറിയുമ്പോൾ എത്ര സന്തോഷമാണ്. ഒരു ഭാഗം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. 2 ദിനവൃത്താന്തം 35:1 അവിടെ യോശിയാവ് ഒരു കാര്യം ചെയ്തു. നമുക്ക് പെസഹ ആചരിക്കാം. ജനങ്ങളോട് പറഞ്ഞു. ഈ യോശിയാവ് എന്ന് പറയുന്നവൻ വായിച്ചേ 35:1. ദൈവത്തിന് ഈ യോശിയാവ് എന്ന രാജാവിന് ഒരു പ്രത്യേകതയുണ്ട്. അവനൊരു രാജാവാണ്, അവനൊരു രാജകുമാരനാണ്. അവൻ പക്ഷേ എല്ലാവർക്കും ഒരു നല്ല മാതൃകയാണ്. തന്റെ ജനങ്ങളെല്ലാം അവൻ പറഞ്ഞതുപോലെ ചെയ്യും. തനിക്കറിയാവുന്നവർ, തന്റെ കീഴിലുള്ളവർ, തന്റെ സ്നേഹിതർ, ഇവരെയെല്ലാം അവൻ നേർവഴിയിൽ നടത്തി. ഇവിടെ ഇരിക്കുന്ന യൗവനക്കാർ ശ്രദ്ധിക്കുക. ആരുടെയെങ്കിലും മാതൃക പിൻപറ്റി നാശവഴിയിൽ പോകാനാണോ ദൈവം നിന്നെ തിരഞ്ഞെടുത്തത്? അല്ലെങ്കിൽ നാശവഴിയിൽ പോകുന്നവരുടെ ജീവിതത്തിൽ അവർക്കൊരു വഴികാട്ടിയായി അവരെ നേരായ പാതയിൽ നടത്താനാണോ ദൈവം നിന്നെ തിരഞ്ഞെടുത്തത്? പിൻപേ ഗമിക്കാനാണോ മുൻപേ നടക്കാനാണോ ദൈവം നിന്നെ തിരഞ്ഞെടുത്തത്? നാശത്തിൽ പോകുന്നവരുടെ പിന്നാലെ പോകാനാണോ? നാശത്തിൽ പോകുന്നവരുടെ മുമ്പേ നടന്ന് അവരെ ജീവനിൽ എത്തിക്കാനാണോ ദൈവം നിന്നെ തിരഞ്ഞെടുത്തത്? രണ്ടാമത്തെ കാര്യത്തിനാണ് ഇന്ന് ദൈവം തിരഞ്ഞെടുത്തുന്നുള്ളവർ വലങ്കരം ഉയർത്തിയാട്ടെ. ഈ യോശിയാവിനെ ദൈവം തിരഞ്ഞെടുത്തത് അതിനുവേണ്ടിയാണ്. അവൻ അതുകൊണ്ടാണ് ദൈവത്തെ അന്വേഷിച്ചത്. നശിക്കുന്നവന്റെ പിന്നാലെ പോയി നശിക്കാൻ ദൈവം എന്നെ തിരഞ്ഞെടുത്തു എന്നുള്ളവർ അങ്ങനെ തന്നെ ഇരിക്കുക. എന്നാൽ നശിക്കുന്നവരുടെ മുമ്പേ നടന്ന് അവരെ ജീവനിലേക്ക് നയിക്കാൻ കർത്താവിനെ തിരഞ്ഞെടുത്തു എന്നുള്ളവർ മാത്രമൊന്ന് മുഴങ്കാലിൽ നിന്നാട്ടെ. എല്ലാവരും അങ്ങനെയുള്ളവർ മാത്രമൊന്ന് മുഴങ്കാലിൽ നിന്നാട്ടെ. ബാക്കിയുള്ളവർ ഇരിക്കുക. എല്ലാവരും മുഴങ്കാലിൽ നിൽക്കണ്ട. നാശത്തിന്റെ പാതയെ പിൻപറ്റി നശിക്കാൻ ആണ് എന്റെ തീരുമാനമെന്നുള്ളവർ നിങ്ങൾ ഇരിക്കുക. എന്നാൽ മറ്റുള്ളവരുടെ മുൻപാകെ കർത്താവിനെ അന്വേഷിച്ച് ഒരു മാതൃകയായി ജീവിച്ച് അവരെയും നാശത്തിൽ നിന്ന് വിടുവിക്കാനാണ് ദൈവം എന്നെ തിരഞ്ഞെടുത്തെന്നുള്ളവർ നെടുമുഴങ്കാലിൽ നിൽക്കുക. അങ്ങനെയുള്ളവർ മാത്രം. എല്ലാവരും നിൽക്കാൻ ഞാൻ പറയത്തില്ല. എന്റെ കർത്താവിനെ വിളിച്ചിരിക്കുന്നത് ലോകത്തിന്റെ പിന്നാലെ പോയി നശിക്കാനല്ല. ഞാൻ എല്ലാവർക്കും ഒരു മാതൃകയായി ജീവിച്ച് അവരെ ജീവരക്ഷയിലേക്ക് നയിക്കാനാണ് കർത്താവിനെ തിരഞ്ഞെടുത്തെന്നുള്ളവർ മാത്രം ഒന്ന് മുഴങ്കാലിൽ നിന്നാട്ടെ. അങ്ങനെയുള്ളവർ മാത്രം. എല്ലാവരും നിൽക്കണ്ട. മനസ്സിലാകാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്റെ കർത്താവിനെ തിരഞ്ഞെടുത്തത് ഇന്ന് ലോകത്തിൽ പാപം ചെയ്യുന്നവരുണ്ട്, അവരെ പോലെ ഞാനും ജീവിച്ച് നശിക്കാനാണെന്നുള്ളവരിയ്ക്കുക. അങ്ങനെയല്ല. എന്റെ കർത്താവിനെ ഞാൻ അന്വേഷിക്കും. ഞാൻ അവന്റെ ആലയത്തെ സ്നേഹിക്കും, ഞാൻ അവന്റെ വചനത്തെ സ്നേഹിക്കും, ഞാൻ അവന്റെ വിശുദ്ധിയെ സ്നേഹിക്കും. എന്നിട്ട് ഞാൻ എന്റെ കൂടെയുള്ളവരെ ഞാൻ അവരെ ഉത്സാഹിപ്പിച്ച്, ഞാൻ അവരെ ഉത്തേജിപ്പിച്ച്, ഞാൻ അവരോട് ദൈവവചനത്തെ കുറിച്ച് പറഞ്ഞ്, ഞാൻ അവർക്ക് മാതൃക കാണിച്ച്, ഞാനും അവരും ഒരുമിച്ച് ജീവന്റെ പാതയിൽ നടക്കാൻ എന്റെ കർത്താവിനെ തിരഞ്ഞെടുത്തിരിക്കുന്നുള്ളവർ സമർപ്പിച്ചാട്ടെ. കർത്താവേ, ഇതുപോലെ ജീവിക്കാൻ എനിക്ക് കൃപ നൽകണം. എല്ലാവരും ചോദിച്ചാട്ടെ. എല്ലാവരും ദൈവത്തോട് ചോദിക്കുക, കർത്താവേ എനിക്കതിന് കൃപ നൽകണം. ഇവിടെ അവൻ പെസഹ ആചരിച്ചെന്ന് പറഞ്ഞാൽ എന്താണ്? കുഞ്ഞാടിനെ ഭക്ഷിച്ചു, അതാണ്. 2, ഇപ്പോൾ ഒരു പാപലോകത്തിലാണ്, മിസ്രയീം, അത് വിട്ടു പോകും. അതാണ് പെസഹ. എന്താണ് പെസഹ? ഒരു വാഗ്ദത്ത കനാൻ ഒരുക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ പ്രത്യാശയാണ് ഈ പെസഹ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വളരെ ലൈറ്റായിട്ട് പറഞ്ഞു വിടുകയാണ് കേട്ടോ. അതുകൊണ്ട് പെസഹ ആചരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? യേശുവിനെ എപ്പോഴും ഹൃദയത്തിൽ കൈക്കൊള്ളുക. അതാണ് ഈ പെസഹ.
നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു. അടുത്തതായിട്ട് പെസഹ ആചരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഈ പാപലോകം വിട്ടോടും, ഞാൻ ദുഷ്ടതകളെ വിട്ടോടും, മ്ലേച്ഛതകളെ വിട്ടോടും. അതാണ് പെസഹ. അടുത്തതായിട്ട് ഈ പെസഹ എന്താണ്? ഈ പാപലോകമല്ല എന്റെ സ്വന്തം, വാഗ്ദത്ത കനാനാണ് എന്റെ സ്വന്തം. അത് അപ്പച്ചമാർക്കും അമ്മച്ചിമാർക്കും ഉള്ളതാണോ? നിങ്ങൾക്കുള്ളതല്ലേ? നിങ്ങൾക്കുമുള്ളതാണ്. നിങ്ങൾ ഈ ലോകത്തിൽ അന്യരും പരദേശികളുമാണ്. ദൈവം നിങ്ങൾക്കായി ഒരു വാഗ്ദത്ത കനാൻ ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾ കുഞ്ഞുങ്ങളാണെങ്കിലും പ്രത്യാശയുള്ളവരായിരിക്കണം. നിങ്ങൾ കുഞ്ഞുങ്ങളാണെങ്കിലും ലോകത്തെ വെറുത്തവരായിരിക്കണം. നിങ്ങൾ കുഞ്ഞുങ്ങളാണെങ്കിലും യേശു നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. അതൊരു സന്തോഷമാണ്. പെസഹ ആചരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സന്തോഷമാണ്. നമുക്കിപ്പോൾ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. എല്ലാവരും കണ്ണുകളെ അടയ്ക്കാം. എല്ലാവരും ദൈവത്തോട് പറയാം. യോശിയാവ് ദൈവത്തെ അന്വേഷിച്ചു. നമുക്ക് കർത്താവിനെ അന്വേഷിക്കാം. കർത്താവിന്റെ പിന്നാലെ പോകാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ തീരുമാനിച്ചെങ്കിൽ നിങ്ങൾക്ക് ദൈവം ശക്തി നൽകും. യേശുവിൻ പിൻപേ പോകുന്നിതാ ഞാൻ, യേശുവിൻ പിൻപേ പോകുന്നിതാ ഞാൻ, യേശുവിൻ പിൻപേ പോകുന്നിതാ ഞാൻ. പിന്മാറാതെ ഞാൻ മാറാതെ, പിന്മാറാതെ ഞാൻ മാറാതെ. ലോകമെൻ പിൻപേ ക്രൂശിന്റെ മുൻപേ, ക്രൂശിന്റെ മുൻപേ, ലോകമെൻ പിൻപേ ക്രൂശിന്റെ മുൻപേ. പിന്മാറാതെ ഞാൻ നോക്കാതെ, പിന്നോക്കാതെ ഞാൻ നോക്കാതെ. പിൻപേ പോകുന്നിതാ ഞാൻ, ഹല്ലേലൂയ. Sion and lager, Yesu and Nasa, Sion and lager, Yesu and Nasa, Sion and lager. Pinnokade, nanokade, pinnokade, nanokade. Yesu and Nasa, Sion and lager, Amen. Yesu and Nasa, Sion and lager, Yesu and Nasa, Sion and lager. Pinnokade, nanokade, Amen. Yesu and Nasa, Sion and lager, Yesu and Nasa, Sion and lager, Yesu and Nasa, Sion and lager. Marumo, Bahara, Bahara, Marumo, Robara, Badrara, Badrara, Yesu and Nasa, Sion and lager, Yesu and Nasa, Sion and lager. Amen, amen, amen. Hallelujah.